Good afternoon. So once again, നമ്മുടെ ആക്റ്റീവ് റീകോളിംഗ് സെക്ഷൻ, ക്വാളിറ്റി ആക്റ്റീവ് റീകോളിംഗ് സെക്ഷൻ. ഓക്കെ, നമ്മൾ പ്രിലിംസിന് ഓൾറെഡി നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം. ഇനി നിങ്ങൾ പ്രിലിംസിന് അത് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, യൂട്യൂബിൽ എന്റെ ചാനലിൽ അതിന്റെ റെക്കോർഡിങ്സ് ഇപ്പോഴും അവൈലബിൾ ആണ്. 2 മണിക്കൂർ കംപ്ലീറ്റ് സിലബസ് നമ്മൾ എന്ത് ചെയ്തു, PYQ പ്രിലിംസിന്റെ മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഷബീർ, വിഷ്ണുപ്രിയ, ശ്രീ, ശരത്, ഗുഡ് ആഫ്റ്റർനൂൺ. സോ ഇവിടെ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാല്, ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. കഴിഞ്ഞ എല്ലാ മെയിൻസിന്റെയും, നിങ്ങൾ മെയിൻസിനാണ് ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്നത്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ മെയിൻസ്, കമ്പനി ബോർഡിന്റെ മെയിൻസ്, സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസ്, എക്സൈസിന്റെ മെയിൻസ്, ജയിലറുടെ മെയിൻസ്, റൈറ്റ്. അപ്പോ എല്ലാ കഴിഞ്ഞ വർഷത്തിന്റെയും മെയിൻസിന്റെയും ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. ഇപ്പൊ നമ്മൾ പോളിറ്റിയാണ് കവർ ചെയ്യാൻ പോകുന്നത്. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, കണക്റ്റഡ് ഫാക്റ്റും അതേപോലെ തന്നെ ഒരു ടോപ്പിക് മുഴുവനായിട്ട് ആക്റ്റീവ് റീകോളിംഗ് ചെയ്യും. ഇതാണ് നമ്മുടെ ഇനീഷ്യേറ്റീവ്, റൈറ്റ്. സോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓക്കെ, നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരണം എന്നില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ സിലബസ് 100% കംപ്ലീറ്റ് ആക്കി എന്നുള്ള ഒറ്റ റീസൺ കൊണ്ട് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരില്ല. വരണമെങ്കിൽ യു ഹാവ് ടു, നിങ്ങൾ പഠിച്ചത് ഇംപ്ലിമെന്റ് ചെയ്യണം, അല്ലെ? ക്വസ്റ്റ്യൻസിൽ അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും നല്ലത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ അതുണ്ടാവും. അതിന്റെ കൂടെ എന്ത് ചെയ്യുക, MCQs കൂടി സോൾവ് ചെയ്യാം. ദിസ് ഈസ് ദി ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു ആഫ്റ്റർ യു സ്റ്റഡി എ ടോപ്പിക്. ഇനി PYQ ഒക്കെ ചെയ്തിട്ട് ആ ടോപ്പിക് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും ആ ടോപ്പിക് പോയി പഠിച്ചിട്ട് ഒന്നുകൂടി അറ്റൻഡ് ചെയ്യണം, റൈറ്റ്. സോ യെസ്, സോ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഓൾറെഡി നമ്മുടെ ഒരു ഡിഗ്രി, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഐ തിങ്ക് ടോപ്പിക്സ് ഇംപിറ്റസിന്റെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ അവരുടെ ഒരു കമ്പിലേഷൻ, ഓക്കെ, മുഴുവൻ 2022 മുഴുവൻ കമ്പിലേഷൻ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി അവര് പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെറുതെ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ എടുക്കാം. അതുകൂടാതെ ഇപ്പൊ അടുത്ത് കഴിഞ്ഞിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പേപ്പർ 2, ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള 2-3 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോപ്പർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, റൈറ്റ്. 2022 ശേഷമുള്ളതാണ് അങ്ങനെ കൊടുത്തത്, റൈറ്റ്. സോ റൈറ്റ്, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, സിലബസ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള കാരണങ്ങൾ കൊണ്ട് മാത്രം, ആ ഒറ്റ റീസൺ കൊണ്ട് മാത്രം നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരില്ല. അത് എപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ. ഇവിടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണ്, അല്ലാതെ കോളേജ് എക്സാം ഒന്നും അല്ല. ഓക്കെ, സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ വരുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. പ്രാക്ടീസ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, അതും ടെസ്റ്റ് സീരീസ് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അതുകൂടാതെ ഡിഗ്രി ലെവലിന്റെ ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. പലർക്കും ഡിഗ്രി ലെവലിന്റെ ഇമ്പോർട്ടൻസ് ഇനി മനസ്സിലായിട്ടില്ല. നിങ്ങളൊരു ഹൈറാർക്കി എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഞാനിവിടെ 10th ലെവൽ ജോലിയും 12th ലെവൽ ജോലിയും ഒന്നും മോശം ജോലിയാണെന്നല്ല പറയുന്നത്. പക്ഷെ ഒരു ഹൈറാർക്കി എടുക്കുകയാണ്, നാം ടേക്കിംഗ് ഹൈറാർക്കി, ഓക്കെ, ടോപ്പ് ലെവൽ, അതേപോലെ തന്നെ ബോട്ടം ലെവൽ. നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ഹൈറാർക്കി എടുത്താലും, അല്ലെ, 10th ലെവൽ എഴുതിയാല് 10th ലെവലും അതേപോലെ തന്നെ 12th ലെവൽ എക്സാംസ് എഴുതിയാല് യു വിൽ ബി ഹിയർ. നിങ്ങൾ ബോട്ടം ലെവലിലായിരിക്കും ഉണ്ടാവുക. അതായത് ഒരു ഹൈറാർക്കിയുടെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അപ്പൊ ഒരു ഹൈറാർക്കിയുടെ ഏറ്റവും ബോട്ടം ലെവലിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. ബട്ട് ഇഫ് യു ക്ലിയർ എ ഡിഗ്രി ലെവൽ എക്സാം, ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണ് നിങ്ങൾ ക്ലിയർ ചെയ്യുന്നതെങ്കിൽ യു വിൽ ബി ഹിയർ. നിങ്ങൾ എന്തായിരിക്കും, മിഡിലായിരിക്കും ഉണ്ടാവുക, നൗ 10th ലെവൽ ക്രാക്ക് ചെയ്ത ഒരാളാണെങ്കിൽ യു ക്യാൻ റീച്ച് അപ് ടു ഹിയർ മാക്സിമം. പക്ഷേ ഇവിടെ കുറെ കാരണങ്ങളുണ്ട് കേട്ടോ. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റും അതേപോലെ തന്നെ അവര് പ്രിപ്പയർ ചെയ്ത് പിന്നെയും ഡിഗ്രി ഒക്കെ എഴുതിയെടുത്തു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഡിഫറെന്റ് കേസ്. ഞാൻ പറയുന്ന ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള 10th and 12th ലെവൽ എക്സാമിന്റെ കാര്യമാണ്. ഇനി നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാം ക്രാക്ക് ചെയ്തിട്ടാണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ യു വിൽ ബി ഹിയർ, നിങ്ങൾ ടോപ്പ് ലെവലിൽ വരെ എത്തും. ശരിയാണ്, ടോപ്പ് ലെവൽ എന്നുള്ളത് IAS IPS കാർക്കുള്ള സ്ഥലമാണ്. പക്ഷേ യു ക്യാൻ റീച്ച് അപ് ടു ഹിയർ. മനസ്സിലായോ? സോ ഡിഗ്രി ലെവലിന്റെ ഇമ്പോർട്ടൻസ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, റൈറ്റ്. ഇത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നിങ്ങൾ മിഡിൽ ഓഫ് ദ ഹൈറാർക്കിയിലേക്കാണ് കയറാൻ പോകുന്നത്.
അത് അത്ര എളുപ്പമല്ല. റൈറ്റ്. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CPO ആയിട്ട് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾ റിട്ടയർ ആവുന്നതിന് മുമ്പ് മാക്സിമം സബ് ഇൻസ്പെക്ടർ ആവും. നിങ്ങൾ ഡയറക്റ്റ് സബ് ഇൻസ്പെക്ടർ ആയി കയറിയാൽ യു വിൽ ബി SP, അല്ല IPS കിട്ടും നിങ്ങൾക്ക്. ഒരു 30 വയസ്സിന്റെ താഴെയാണ് കയറുന്നതെങ്കിൽ DYSP എന്തായാലും ആവും. SP ആവാനുള്ള സാധ്യതയും കൂടുതലാണ് 30 വയസ്സിന്റെ താഴെയാണെങ്കിൽ. സോ ഇതെന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. റൈറ്റ്. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആൻഡ് ക്ലാസ് കിടക്കുന്നതിന് നമ്മുടെ ആക്റ്റീവ് റീകോളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, ഞാൻ ഈ തന്നിരിക്കുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ വരുന്ന മെയിൻസിന് പ്രിപ്പയർ ചെയ്തിട്ടേ പോവാൻ പാടുള്ളൂ. മസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോവാൻ പാടുള്ളൂ. കാരണം പ്രീ വൈക്യു നോക്കുമ്പോൾ, ഇത് എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, പ്രീ വൈക്യു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ 90% ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഈ ഏരിയയിൽ നിന്നാണ്. സോ ഈ മസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പഠിച്ചാല് ഒരു 5 ചോദ്യം ഉണ്ടെങ്കിൽ ഒരു 3 ചോദ്യം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. ഏതൊക്കെയാണ് ടോപ്പിക്കുകൾ? പ്രിയാമ്പിള്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, റൈറ്റ്സ്, DPSP, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി. ഇവിടുന്ന് ഒരു ചോദ്യം ഉണ്ടാവും, 1 ക്വസ്റ്റ്യൻ ഫ്രം ഹിയർ. രണ്ടാമത് പാർലമെന്റ്, ചോദ്യം ഉറപ്പാണ്. ലോക്സഭയോ രാജ്യസഭയോ ഇവർ തമ്മിലുള്ള പവറിന്റെ ഡിസ്ട്രിബ്യൂഷൻ തമ്മിലുള്ള വ്യത്യാസം, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോക്സഭ രാജ്യസഭ, മണി ബില്ലിന്റെ കേസ്. അതേപോലെ തന്നെ ഇതിന്റെ ബേസിക്സ്, എങ്ങനെയാണ് ഇവരുടെ എലക്ഷൻ നടക്കുന്നത്, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ചെയർമാൻ, വൈസ് ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ, സോറി. ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് ഉണ്ടാവും. ഇത് എങ്ങനെ മനസ്സിലാവുന്നു? ഇത് PYക്ക് സോൾവ് ചെയ്യുമ്പോൾ മനസ്സിലാവും. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ചോദ്യം ഉറപ്പാണ്. ഇലക്ഷൻ കമ്മീഷനോ ഫിനാൻസ് കമ്മീഷനോ. ഗവർണർ ആൻഡ് പ്രസിഡന്റ് ഒരു ചോദ്യം ഉറപ്പാണ്. പഞ്ചായത്തി രാജ് അമെന്റ്മെന്റ് ഒരു ചോദ്യം ഉറപ്പാണ്. റൈറ്റ്. സുപ്രീം കോടതി, ജുഡീഷ്യറി, ട്രിബ്യൂണൽസ് ഒരു ചോദ്യം ഉറപ്പാണ്. സോ ഞാൻ ഈ തന്നിരിക്കുന്ന 10 ടോപ്പിക്കുകൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ. ഇനി ഇത് മാത്രം പഠിച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ അല്ല, നിങ്ങൾ സിലബസ് മുഴുവനായിട്ട് പഠിക്കണം. പക്ഷേ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇത് മാത്രം പഠിച്ചു പോകണമെന്നല്ല. റൈറ്റ്. പിന്നീട് ഒരു വാർണിംഗ് കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. കഴിഞ്ഞ പ്രിലിംസിന് എന്ത് ചെയ്തു, നമ്മൾ ഹോട്ട് ടോപ്പിക്സ് ഒക്കെ കുറെ നോക്കി. പക്ഷെ പ്രിലിംസിന് എന്ത് ചെയ്തു, PSC പാറ്റേൺ മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റി. അല്ലെ, അവിടെ ഹോട്ട് ടോപ്പിക്സ് മാത്രം നോക്കി പോയവർക്ക് പണി കിട്ടിയിട്ടുണ്ട് പ്രിലിംസിന്റെ കേസിൽ. അപ്പോ ഇതെന്ത് ചെയ്യാ, ഒരു വാർണിംഗ് ആയിട്ട് കൂടി എടുക്കുക. മേ ബി മെയിൻസിനും നമുക്കിത് പ്രതീക്ഷിക്കാം കേട്ടോ. സോ സിലബസ് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഇങ്ങനെയുള്ള ഏരിയാസ് എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. റൈറ്റ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രിയാമ്പിൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ, പ്രിലിംസിന് നമ്മൾ ഓൾറെഡി ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ പ്രിലിംസിന്റെ ആക്റ്റീവ് റീകോളിംഗ് സെക്ഷനിൽ ഞാൻ പ്രിലിംസിന്റെ സിലബസ് മുഴുവനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. സോ അതിന്റെ എന്ത് ചെയ്യില്ല, എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ കണക്റ്റഡ് ഫാക്ട് ഞാൻ ഇതിൽ പറയില്ല, ഈ ക്ലാസ്സിൽ പറയില്ല. ഇത് മെയിൻസ് പെർസ്പെക്റ്റീവ് ക്ലാസ് ആണ്. മനസ്സിലായല്ലോ? എന്താണ് അതിന്റെ റീസൺ? എന്താണ്? ഓൾറെഡി 2 മണിക്കൂറിൽ ഞാൻ പ്രിലിംസിന്റെ സിലബസ് ഫുൾ ആയിട്ട് ആക്റ്റീവ് റീകോൾ ചെയ്ത് ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ യു ഹാവ് ടു സീ ഇറ്റ്. 1500 പേര് അങ്ങനെ അത് കണ്ടിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉത്തരം നൽകണേ. യു ഹാവ് ടു ഗിവ് മീ ദി ആൻസർ. റൈറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statement are correct about the preamble of the Indian Constitution? Preamble, introduction അല്ലെങ്കിൽ പ്രിഫൈസ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അല്ലെ, ഒരു ബുക്ക് നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ, പ്രിഫൈസ്. സി ഉത്തരം പറയുന്നുണ്ട്. എവരിബഡി ഈസ് സേയിങ് ദി ആൻസർ. റൈറ്റ്. Preamble declares that India to be sovereign, socialist, secular and democratic republic. Statement is correct. ഒരു രീതിയിലും തെറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറ്റുമെങ്കിൽ preamble കാണാപ്പാഠം പഠിക്കുക. The word socialist, secular were part of the original constitution. സിമ്പിൾ ആണല്ലേ, SSI. സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി, ഈ 3 വാക്കും പിന്നീട് അമെന്റ്മെന്റ് ആയിട്ട് ചേർത്തതാണ്. ഏത് അമെന്റ്മെന്റ് ആണ്? 42 ആണോ 44 ആണോ? യെസ്, 42nd അമെന്റ്മെന്റ് ആക്ട്. മാറിപ്പോവാൻ പാടില്ല കേട്ടോ. PSC എന്ത് ചെയ്യും? യെസ്, ദ വേർഡ് സോഷ്യലിസ്റ്റ് സെക്യുലർ വാസ് ആഡഡ് ബൈ ദി 44th അമെന്റ്മെന്റ് ആക്ട് എന്നൊക്കെ പറഞ്ഞു തരും. അപ്പോ തെറ്റായിരിക്കും. നോക്കുക, 42ാം ഭേദഗതി. The preamble, so the സ്റ്റേറ്റ്മെന്റ് തെറ്റി. So obviously you can eliminate other options and C is the answer. Direct ആണ്, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ബാക്കി 2 സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഇതെന്തായാലും നിങ്ങൾക്ക് അറിയാണ്, ബേസിക്സ് ആണ്. ഓക്കെ, യു ഹാവ് ടു തിങ്ക്, യു ഹാവ് ടു എന്താണ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വെരി ഇമ്പോർട്ടന്റ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ there will be 3 types of questions. One will be simple,
വൺ വിൽ ബി മീഡിയം ആൻഡ് അതർ വിൽ ബി വെരി ഡിഫിക്കൽട്ട്. വളരെ ഡിഫിക്കൽട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതിന്റെ പിറകെ പോകരുത്. നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോ സോൾവ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൽ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ എവിടെയും കാണാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ നമ്മളിത് എവിടെയും പഠിച്ചില്ലല്ലോ എന്നുള്ള തോട്ട് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്തുകൊണ്ടാണ് PSC ചോദിക്കുന്നത്? ഇത് ആർക്കും കിട്ടാൻ പാടില്ല, ഇത് ഒരുത്തനും ഇത് എഴുതരുത്, ആ കോൺസെപ്റ്റിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. സോ ഈ ചോദ്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഇതിന്റെ പുറകെ ഓടാതെ നിങ്ങളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത് ഇവർ രണ്ടുപേരുമാണ്. മനസ്സിലായോ? സിമ്പിൾ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ മീഡിയം ക്വസ്റ്റ്യനുമാണ് നിങ്ങളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ലിസ്റ്റിൽ വേണോ വേണ്ടയോ തീരുമാനിക്കുന്നത്, അല്ലാതെ ഇവനല്ല. മനസ്സിലാക്കുക, ഡിഫറൻസ് മനസ്സിലാക്കുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ അതിൽ 10 ക്വസ്റ്റ്യനിൽ ഒരു 2 ചോദ്യങ്ങൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും, എല്ലാവരും അതിന്റെ പുറകെ ഓടും. അല്ല, ബാക്കി 8 തൊട്ട് നോക്കൂല. 2 ഭയങ്കര ഡിഫിക്കൽട്ട് ആണല്ലോ, ഇത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഇതിന്റെ സോഴ്സ് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പുറകെ ഓടും. സോ അങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ ചെയ്യാൻ പാടില്ല. സിമ്പിൾ ആൻഡ് മീഡിയം ലെവൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. ഇത് എല്ലാവർക്കും കിട്ടുന്നതാണ്, ഇത് നിങ്ങൾക്ക് കിട്ടണം. ഇത് കൂടാതെ എല്ലാവർക്കും കിട്ടാത്തത് കൂടി നിങ്ങൾക്ക് കിട്ടുമ്പോഴേ നിങ്ങൾ ടോപ്പ് 10 വരികയുള്ളൂ. സീ ദി ഡിഫറൻസ്, റൈറ്റ്? അടുത്ത ചോദ്യം നോക്കിയേ. രാജ്യസഭ. ഓക്കെ, എല്ലാവരും യെസ്. രാജ്യസഭ ഈസ് എ പെർമനന്റ് ഹൗസ് ആൻഡ് ഈസ് നെവർ സബ്ജക്റ്റഡ് ടു ഡിസൊല്യൂഷൻ. നമുക്കറിയാമല്ലേ, ലോക്സഭയും രാജ്യസഭയും ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് അടുത്ത മെയിൻസിന് ഉറപ്പാ. ലോക്സഭ ആൻഡ് രാജ്യസഭ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. രാജ്യസഭ എന്നുള്ളത് പെർമനന്റ് ബോഡിയാണ്. അല്ലെ? 1/3 ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദി രാജ്യസഭ റിട്ടയർ എവറി സെക്കൻഡ് ഇയർ. ശരിയാണ്, 1/3 മെമ്പേഴ്സ് എവറി സെക്കൻഡ് ഇയർ. ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ബേസിക്സ് ആണ്, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്, ഇത് കിട്ടിയിരിക്കണം. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ യു ആർ ഔട്ട് ഓഫ് ദ റേസ്, നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താണ്. മനസ്സിലായോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കിട്ടിയിരിക്കണം. ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ദി എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദി രാജ്യസഭ. വൈസ് പ്രസിഡന്റ്, ഉപരാഷ്ട്രപതി. ശരിയാണല്ലേ? ജഗദീപ് ധങ്കർ എന്ത് ചെയ്തിട്ടുണ്ട്? റിസൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സിൽ ഉള്ളത് ഒന്ന് നോക്കി വെക്കുക. മെയിൻസിന് ഒരു ചോദ്യം ഉറപ്പാണ് ജഗദീപ് ധങ്കറുമായി റിലേറ്റഡ് ആയിട്ട് PSC ചോദിക്കാം. ഹിയർ ബി ആണ് ഉത്തരം, അല്ലെ? 1 is correct, 2nd is correct, 3rd is correct. A money bill can be introduced in either house of the parliament including Rajya Sabha. തെറ്റാണ്. Money bill can be only introduced in Lok Sabha. Only in Lok Sabha. പഠിച്ചിട്ടുണ്ട്. ഓൺലി ഇൻ ലോക്സഭ. രാജ്യസഭക്ക് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പവർ മാത്രമേ മണി ബില്ലിന്റെ കേസിലുള്ളൂ. എത്ര ദിവസമാണെന്ന് പറഞ്ഞ്? എത്ര ദിവസമാണ്? PYQ 10th level PYQ എത്ര ദിവസം? 14 days. വെരി ഗുഡ്. 666 14 days. ഓർഡിനറി ബില്ലിന്റെ കേസിലാണെങ്കിൽ എത്രയാണ്? 6 months. ഓർക്കണം കേട്ടോ, കണക്റ്റഡ് ആണ്. 6 months. Very good. Everybody is saying answer. Right. Yes, very good. Hayat. 6 months. Very good. Yes. Okay. Right. Okay, got it. So now, come back here. Parliament. The biggest chapter. എല്ലാവർക്കും പഠിക്കാൻ പേടിയാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും പഠിക്കാൻ മടിയാണ് ഈ ചാപ്റ്റർ. എന്റെ അടുത്ത് പല സ്റ്റുഡൻസും ചോദിക്കാറുണ്ട്, സാർ ഈ ചാപ്റ്റർ അവോയ്ഡ് ചെയ്താലോ, ഈ ചാപ്റ്റർ പഠിക്കാതെ ഇരുന്നാലോ? ഇത് പഠിക്കാതെ പോയാൽ ഒരു കുഴപ്പമില്ല, ഒരു ക്വസ്റ്റ്യൻ മിസ്സാവുന്നല്ലാതെ ഒന്നും സംഭവിക്കാനൊന്നുമില്ല. പക്ഷെ ഇവിടുന്ന് ചോദിക്കുന്ന ചോദ്യം ഈസി ആണെങ്കിലോ, അപ്പൊ നമുക്കത് കിട്ടണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, എല്ലാവർക്കും കിട്ടുന്ന ചോദ്യം ഈസി ആൻഡ് മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടണം, ഇല്ലെങ്കിൽ നമ്മൾ പുറത്താവും. ആ കോൺസെപ്റ്റ് ആലോചിക്കുക. അതിന്റെ ഏറ്റവും എക്സാമ്പിൾ ആണ് ജിയോഗ്രഫി. 2024 പ്രിലിംസിലെ ജിയോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് എല്ലാവരും ബോധം കെട്ട് പോകണം. 2025 എല്ലാവരും പറഞ്ഞു ജിയോഗ്രഫി പഠിച്ചിട്ട് കാര്യമില്ല, ജിയോഗ്രഫി പഠിക്കണ്ട, ഭയങ്കര കടുപ്പമുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ജിയോഗ്രഫിയുടെ ചോദ്യങ്ങളെല്ലാം 1 വേർഡ് സിമ്പിൾ ചോദ്യങ്ങളാണ് ചോദിച്ചത് PSC. അപ്പോ ജിയോഗ്രഫി പഠിച്ചവർക്ക് എന്തായി? ലോട്ടറി അടിച്ചു അല്ലെ? ആർഷ മിസ് പറഞ്ഞു യെസ്, ജിയോഗ്രഫിയുടെ എല്ലാ ചോദ്യങ്ങളും വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് കഴിഞ്ഞ തവണ വെച്ച് നോക്കുമ്പോൾ. സോ PSC എന്ത് ചെയ്യും? ചിലപ്പോ സിമ്പിൾ ആക്കും. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. സോ പാർലമെന്റ്, റൈറ്റ്, ജസ്റ്റ് എ മിനിറ്റ്. പാർലമെന്റ് സ്പീഡിൽ ഞാൻ റിവിഷൻ ചെയ്യാണ്, എന്റെ കൂടെ റിവിഷൻ ചെയ്തോളൂ. റൺ വിത്ത് മീ. പാർലമെന്റ്, ദ ഇന്ത്യൻ പാർലമെന്റ്. പാർലമെന്റ് എന്നുള്ളത് ഇറ്റ് ഈസ് എ ലെജിസ്ലേറ്റീവ് ഓർഗൻ. ലെജിസ്ലേറ്റീവ് ഓർഗൻ ഓഫ് ദി യൂണിയൻ ഗവൺമെന്റ്.
ആർട്ടിക്കിൾ 79 മുതൽ 122 വരെ പാർട്ട് 5 എന്ത് പാർലമെന്റിനെ കുറിച്ച് അതിന്റെ കോമ്പോസിഷൻ, ഓർഗനൈസേഷൻ, ഡ്യൂറേഷൻ, ഓഫീസേഴ്സ്, പ്രൊസീജിയേഴ്സ്, പ്രിവിലേജസ്, പവേഴ്സ് എക്സെട്ര 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 കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി ഓർഗനൈസേഷനെ നമ്മളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ദർ ഈസ് എ ലോക്സഭ ആൻഡ് ദർ ഈസ് എ രാജ്യസഭ. Under the constitution, the parliament of India consists of 3 parts. എന്താണ് ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ്. നമുക്കറിയാലോ അല്ലെ, പ്രസിഡന്റ്, രാഷ്ട്രപതി. ഇവർ 3 പേരും കൂടി ചേരുമ്പോഴേ എന്താവുള്ളൂ, പാർലമെന്റ് ആവുള്ളൂ. യൂണിയൻ എക്സിക്യൂട്ടീവ് ഡിഫറെന്റ് ആണ്, യൂണിയൻ എക്സിക്യൂട്ടീവ് ഡിഫറെന്റ് ആണ് കേട്ടോ, രണ്ടും മിക്സ് ആക്കണ്ട. യൂണിയൻ എക്സിക്യൂട്ടീവ് ഇസ് ഡിഫറെന്റ്. ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ്. ഒരു നിയമം പാസ്സാക്കണമെങ്കിൽ ലോക്സഭയിൽ വന്നു അല്ലെങ്കിൽ രാജ്യസഭയിൽ വന്നു ഇവർ പാസ്സാക്കി പ്രസിഡന്റിലെത്തി. ഒരു ബില്ല് ആക്ട് ആയി മാറണമെങ്കിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ മതി, അപ്പോഴേ ഒരു ബില്ല് ആക്ട് ആയി മാറുകയുള്ളൂ. റൈറ്റ്. നൗ ലോക്സഭ, രാജ്യസഭ. രാജ്യസഭ ഇത് ഒരു പെർമനന്റ് ഹൗസ് ആണ് അല്ലെ, പെർമനന്റ് ഹൗസ് ആണ്. ഇവിടെ ഡിസോൾവ് ചെയ്യപ്പെടില്ല, ഡിസോൾവ് ചെയ്യപ്പെടില്ല. ഇതിനെ നമ്മൾ അപ്പർ ഹൗസ് എന്നും അതേപോലെ തന്നെ ഹൗസ് ഓഫ് ദി എൽഡേഴ്സ് എന്നാണ് വിളിക്കുക. ഹൗസ് ഓഫ് ദി എൽഡേഴ്സ്, ഹൗസ് ഓഫ് ദി എൽഡേഴ്സ്. ഇവിടെ വരുന്ന റെപ്രസെന്റേറ്റീവ്സിന് they are elected by the elected representatives അല്ലെ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. രാജ്യസഭയിലേക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതി, രാജ്യസഭയിലേക്ക് നടക്കുന്ന ഇലക്ഷനിൽ നമ്മൾ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ റോളില്ല. നമ്മളൊക്കെ പോയി വോട്ട് ചെയ്യുന്നത് ലോക്സഭയിലേക്കുള്ള ഇലക്ഷനാണ്, ലോക്സഭയിലേക്കുള്ള ഇലക്ഷനാണ്. അറിയായിരിക്കും, നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. റൈറ്റ്. It is elected by the elected members of the state legislative assembly. The election is held according with the proportional representation of by means of single transferable vote. Transferable vote. അത് അതേപോലെ തന്നെ ഓലേക്കാട്ടാ, PYQ ആണ്, PSC ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പോപ്പുലേഷന്റെ ബേസിസിലാണ് സീറ്റ് അലോട്ട് ചെയ്യുന്നത്. സീറ്റ് അലോട്ട് ചെയ്യുന്നത് പോപ്പുലേഷന്റെ ബേസിസിലാണ്. കേരളത്തിന്റെ രാജ്യസഭാ സീറ്റ് എത്ര സീറ്റാണ്? കേരളത്തിന്റെ രാജ്യസഭാ സീറ്റ് അറിയാലോ, എത്രയാണ്? യെസ്, 9. എല്ലാവർക്കും അറിയാലോ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി യെസ് പോപ്പുലേഷൻ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, സീറ്റ് അലോട്ട് ചെയ്യുന്നത്. ഉത്തർപ്രദേശിൽ 31 സീറ്റ് ഉണ്ട്, 31 സീറ്റ്. അതേപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസിനും റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്. They are indirectly elected by the different ആണ്, സ്റ്റേറ്റ് പോലെയല്ല. They are indirectly elected by the electoral college constituted for this purpose. അതേപോലെ തന്നെ 12 നോമിനേറ്റഡ് മെമ്പേഴ്സും ഉണ്ട് അല്ലെ, 12 നോമിനേറ്റഡ് മെമ്പേഴ്സും ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഇനി നമ്മൾ ലോക്സഭയിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ പോയി വോട്ട് ചെയ്യുന്നു അല്ലെ, നമ്മളൊക്കെ പോയി വോട്ട് ചെയ്യുന്നു. നമ്മുടെ പ്രധാനമന്ത്രിയെ എലക്ട് ചെയ്യുന്ന ഇലക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ ലോക്സഭ ഇലക്ഷൻ ആണ്. They are directly elected by the people. They are directly elected from the territorial constituencies of the state based on the universal adult franchise. അറിയാലോ, ഇതൊക്കെ അറിയാലോ. ഞാൻ പറയുമ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യുക, നിങ്ങളുടെ ബ്രെയിനിൽ റിവിഷൻ ആയിട്ട് യൂസ് ചെയ്യുക. അല്ല, 18 വയസ്സിന് മുകളിൽ ആരെയാണോ അവരൊക്കെ പോയി വോട്ട് ചെയ്യും. ആൻഡ് അവർ ആർക്കാണോ കൂടുതൽ വോട്ട് കിട്ടുന്നത് അവർ ജയിക്കും. ഇവിടെ ഓർത്തിരിക്കേണ്ടത് 21 വയസ്സായിരുന്നു ഇന്ത്യയുടെ വോട്ടിംഗ് പ്രായം. അത് 18 ആക്കിയത് 61ാം ഭേദഗതി 1988 PSCയുടെ ഫേവറേറ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റുകൾ. അതേപോലെ തന്നെ വി ഹാവ് ലോക്സഭയിലും റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്, യൂണിയൻ ടെറിട്ടറീസിന്റെ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. ആംഗ്ലോ ഇന്ത്യൻസിന്റെ 104ാം ഭേദഗതി അല്ലെ, 104ാം ഭേദഗതി എബോളിഷ് ചെയ്തു. കറണ്ട് അഫയേഴ്സ് അല്ല, ഒരുപാടായി, പക്ഷെ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. റൈറ്റ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. സിമ്പിൾ ആണ്.
ഇനി ഇവിടുന്ന് PSC സാധാരണ രീതിയിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് ഈ ഹൗസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്, ലോക്സഭ രാജ്യസഭ. ജസ്റ്റ് എ മിനിറ്റ്. യെസ്, യെസ്. ചില സന്ദർഭങ്ങളിൽ ലോക്സഭക്കും രാജ്യസഭക്കും ഒരേപോലെയാണ് പവേഴ്സ്. സാധാരണ രീതിയിൽ ഓർഡിനറി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇൻട്രൊഡക്ഷൻ ഓഫ് ഓർഡിനറി ബിൽസ് ഒരേപോലെയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും പാസ് ചെയ്യുന്നതും ഒരേപോലെയാണ്. ഇലക്ഷനും ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ് ഒരേ പവറാണ്. ഇലക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് വൈസ് പ്രസിഡന്റ് ഒരേ പവറാണ്. പക്ഷേ വൈസ് പ്രസിഡന്റിന്റെ കേസിൽ രാജ്യസഭക്ക് ചില പവേഴ്സ് കൂടുതലാണ്. പറയാം. അപ്രൂവൽ ഓഫ് ഓർഡിനൻസ് വിച്ച് ഈസ് ഇഷ്യൂഡ് ബൈ ദി പ്രസിഡന്റ് ഒരേ പവറാണ്. അപ്രൂവൽ ഓഫ് ദി പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസീസ് ഒരേ പവറാണ്. സെലക്ഷൻ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ദി പ്രൈം മിനിസ്റ്റർ ഒരേ പവറാണ്. പ്രധാനമന്ത്രി ലോക്സഭയിലെയും രാജ്യസഭയിലെയും മെമ്പർ ആവാം. സാധാരണ രീതിയിൽ ലോക്സഭയിലെ മെമ്പറാണ് ആവാറുള്ളത്, പക്ഷെ രാജ്യസഭയിൽ നിന്നും മെമ്പറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ അൺഈക്വൽ സ്റ്റാറ്റസ് ആണ്. അൺഈക്വൽ സ്റ്റാറ്റസ് ചില കാര്യങ്ങളിൽ എന്താണ് അൺഈക്വൽ സ്റ്റാറ്റസ് ആണ്. ഫോർ എക്സാമ്പിൾ മണി ബിൽ. മണി ബില്ലിന്റെ കേസിൽ ലോക്സഭക്ക് പവർ കൂടുതലാണ്, 14 days. അല്ല, രാജ്യസഭക്ക് എമെൻഡ് ചെയ്യാനും റിജക്ട് ചെയ്യാനുള്ള അധികാരമില്ല. വെരി ഇമ്പോർട്ടന്റ്. 14 ദിവസം കൊണ്ട് റിട്ടേൺ ചെയ്യണം. റെക്കമെൻഡേഷൻസ് കൊടുക്കാം, റെക്കമെൻഡേഷൻസോട് കൂടി കൊടുക്കാം, അല്ലെങ്കിൽ വിത്തൗട്ട് റെക്കമെൻഡേഷൻസ് കൊടുക്കാം. പക്ഷേ ഈ റെക്കമെൻഡേഷൻ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭയാണ്. ചുരുക്കി പറഞ്ഞാൽ ലോക്സഭക്കാണ് മണി ബില്ലിന്റെ കേസിൽ എക്സ്ക്ലൂസീവ് പവർ. അതേപോലെ തന്നെ ജോയിന്റ് സിറ്റിംഗ് വരുമ്പോ ഇതൊക്കെ PYQ ആണ്, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം PYQ ആണ്. ജോയിന്റ് സിറ്റിംഗ് വരുമ്പോ ലോക്സഭയുടെ സ്പീക്കർ ആയിരിക്കും അവിടെ ഹൗസ് പ്രിസൈഡ് ചെയ്യുക. അല്ലെ? സാധാരണ രീതിയിൽ ജോയിന്റ് സിറ്റിംഗ് വന്നാൽ ലോക്സഭയുടെ തീരുമാനം എന്താണോ അതാണ് വിജയിക്കുക. കാരണം എന്താ? ലോക്സഭയിൽ മെമ്പേഴ്സ് കൂടുതലാണ്. ഇപ്പൊ ഒരു ഡെഡ് ലോക്ക് വരുവാണ് ലോക്സഭയും രാജ്യസഭയും ഒരു ബില്ലിന്റെ കേസിൽ. ഇപ്പൊ പ്രസിഡന്റ് എന്ത് ചെയ്തു? ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു. ജോയിന്റ് സിറ്റിംഗിൽ എന്താണോ ലോക്സഭയുടെ സ്റ്റാൻഡ് അതായിരിക്കും മിക്കവാറും പാസ്സാവുക. കാരണം എന്താ? ലോക്സഭയിൽ മെമ്പേഴ്സ് കൂടുതലാണ്. അതേപോലെ തന്നെ രാജ്യസഭ കാണ്ട് റിമൂവ്, അല്ലെ, നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരാൻ പറ്റില്ല. ബിക്കോസ് ദി പ്രധാനമന്ത്രി ആൻഡ് ഹിസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദി ലോക്സഭ. അല്ലെ? ഓർക്കുക. സോ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ എന്ത് ചെയ്യാം? ഓർക്കുക. അല്ലെ? ഒരു മണി ബില്ലാണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ലോക്സഭ സ്പീക്കറാണ്. ഇതേപോലെ തന്നെ രാജ്യസഭ ഹാസ് ഓൾസോ ഹാവ് സം എക്സ്ക്ലൂസീവ് പവർ. എന്തൊക്കെയാണ്? ഇറ്റ് ക്യാൻ ഓതറൈസ് ദ പാർലമെന്റ് ടു ക്രിയേറ്റ് ഓൾ ഇന്ത്യ സർവീസ്. ആർട്ടിക്കിൾ 312. ഇത് രാജ്യസഭക്ക് മാത്രമുള്ള പ്രത്യേക അധികാരമാണ്. അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റിനെ പുറത്താക്കാനുള്ള റെസൊല്യൂഷൻ എന്ത് ചെയ്യാ? രാജ്യസഭക്ക് എഫക്റ്റീവ് മെജോറിറ്റിയിൽ പാസ്സാക്കിയാൽ പിന്നീട് അത് ലോക്സഭയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കിയാൽ മതി. അപ്പൊ രാജ്യസഭക്ക് അവിടെ കൂടുതൽ അധികാരമുണ്ട്. എന്തിന്? ഉപരാഷ്ട്രപതിയെ പുറത്താക്കാൻ, ഉപരാഷ്ട്രപതിയെ റിമൂവ് ചെയ്യാൻ. It can authorize the parliament to make law on a subject enumerated in the state list. ആർട്ടിക്കിൾ 249 അറിയാലോ?
റൈറ്റ്. സോ ഇങ്ങനെയുള്ള അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷനും അല്ലെങ്കിൽ ഈക്വൽ പവേഴ്സും അൺഈക്വൽ പവേഴ്സും വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിന്നായിരിക്കും മിക്കവാറും ചോദ്യം ചോദിക്കുക. എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്നായിരിക്കും PSC മിക്കവാറും ചോദ്യം ചോദിക്കുക. റൈറ്റ്. ഇനി ഈ ഉത്തരം നൽകിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ്, നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ആക്റ്റീവ് റീകോൾ ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം, അങ്ങനെ അങ്ങനെ മിക്സായി പഠിച്ചു പോകാം കേട്ടോ. റൈറ്റ്. വെരി ഗുഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ദി ഗവർണർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്? The governor is appointed by the President of India. B. The governor hold office for a fixed term of 5 years and can't be removed before that. Second statement. How? The governor hold the office during the pleasure of the president. Can't be removed എന്നൊക്കെ പറയുമ്പോൾ അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് അല്ലോ, നാലിച്ച് നോക്കൂ. ഗവർണർക്ക് 5 വർഷ കാലയളവുണ്ട്, ശരിയാണ്. ഇതുവരെയുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലെ? പക്ഷെ ആൻഡ് കൂട്ടിച്ചേർക്കാണ്, കാണ്ട് ബി റിമൂവ്ഡ് ബിഫോർ ദാറ്റ്. തെറ്റാണ് അല്ലെ? റിമൂവ് ചെയ്യാം. ഗവർണറുടെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഗവർണറെ റിമൂവ് ചെയ്യാം. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. സോ ഒബ്വിയസ്ലി സെക്കൻഡ് പോയി. ബി ഈസ് ദി ആൻസർ ഡയറക്റ്റ്. ഇതിനെ നമ്മൾ എലിമിനേഷൻ ടെക്നിക്കോ അല്ലെങ്കിൽ എലിമിനേഷൻ ടെക്നിക് ഒന്നും വിളിക്കാൻ പറ്റില്ല, നമ്മുടെ നോളജ് തന്നെയാണ്. ബിക്കോസ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം. ഗവർണർ ആക്ട് ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഫങ്ഷൻ ഓൺ ദി എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഗവർണർ മേ simultaneously be appointed for more than 1 or 2 states. Yes. 7th Constitutional Amendment Act of 1956, one governor can be appointed for more than 2 or more states. Yes, Kerala, Tamil Nadu, Vishnupriya, very good. Is a recent example. വിജയ്ക്ക് നമ്മുടെ ചീഫ് മിനിസ്റ്റർ, തമിഴ്നാടുവിന്റെ ചീഫ് മിനിസ്റ്റർ വിജയ്ക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് കേരളത്തിന്റെ ഗവർണറാണ്. ഗവർണർ ആക്ട് ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് and function on the aid and advice of the council of ministers every time. എന്നുകൂടി വന്നാൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ഒന്നുകൂടി ഞാൻ വായിക്കാം. ദ ഗവർണർ ആക്ട് ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, അതുവരെ എന്തായാലും ശരിയാണ്. അതിനുശേഷം ആൻഡ് ഫങ്ഷൻ ഓൺ ദി ഐഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദി കൗൺസിൽ എവറി ടൈം. ശരിയാണോ തെറ്റാണോ സ്റ്റേറ്റ്മെന്റ്? ഡിസ്ക്രിഷൻ പവർ, വെരി ഗുഡ്. നിങ്ങളൊക്കെ പഠിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഡിസ്ക്രിഷൻ പവർ എപ്പോഴും 90% ഗവർണർ ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും they function on the aid and advice of the council of ministers which is headed by prime minister or chief minister, but they have some discretionary power എന്ന് പറയുമ്പോൾ അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. യെസ്, വെരി ഗുഡ്. 666 ഹയാത്ത്. റോങ് ആണ് സ്റ്റേറ്റ്മെന്റ്. കാരണം എന്താ? ഡിസ്ക്രിഷണറി പവർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഡിസ്ക്രിഷണറി പവർ ആയിട്ട് ഞാൻ പറയാം അല്ലെ, അംഗ അസംബ്ലി വരികയാണ്. കേരളത്തില് LDFനും UDFനും 70 സീറ്റ് വന്നു. സോ ഇവിടെ എന്ത് ചെയ്യാം? ഗവർണർക്ക് ഡിസ്ക്രിഷണറി പവർ യൂസ് ചെയ്തിട്ട് ഒരാളെ വിളിക്കാം. മെജോറിറ്റി ഉണ്ടെങ്കിൽ പറ്റൂല. ആർട്ടിക്കിൾ 201 റെഫറിംഗ് ദ ബിൽ ടു ദി പ്രസിഡന്റ്. ആർട്ടിക്കിൾ 201 ഡിസ്ക്രിഷണറി പവർ ആണ്. സോ ഇതെന്ത് ചെയ്യാം? ഓർത്തിരിക്കുക. സോ ബി ഇസ് ദി ആൻസർ. റൈറ്റ്. Which of the following is the correct chronological order of the President of India? This kind of questions നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വിട്ടോളൂ. ഇവിടെ നിങ്ങൾക്ക് നമ്മളിപ്പോൾ മേളയിൽ ചെയ്ത 3 ക്വസ്റ്റ്യൻസ് എന്താണ്? നമുക്കൊരു ഓപ്ഷൻ തെറ്റായി കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇവിടെ അത് പറ്റില്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. Which of the following is the correct chronological order of the President? ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ക്രോണോളജി പഠിക്കണം, കാരണം PSC ഇങ്ങനെ ചോദിക്കാറുണ്ട്. A is the answer. റൈറ്റ്. ഈ ക്വസ്റ്റൻ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ 50-50 ആ അപ്രോച്ച് ഒന്നും എടുക്കാൻ പാടില്ല. പിന്നീട് നിങ്ങൾ നിങ്ങളുടെ ഈ പറഞ്ഞ കുറച്ചൊന്നും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും അല്ലെ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. സോ യു ക്യാൻ എലിമിനേറ്റ് ഓപ്ഷൻ ബി ആൻഡ് ഡി. നൗ എ ഓർ സി, ഇതിൽ ഏത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ യൂസ് ചെയ്തിട്ട് ഉത്തരത്തിലേക്ക് എത്താം. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. എ ഈസ് ദി ആൻസർ.
കുറച്ച് ക്രോണോളജി ഒക്കെ അറിയുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അടുത്ത ചോദ്യം നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? യെസ്, വെരി ഗുഡ് ഡോക്ടർ രാധ, ശരിയാണ്, ശ്രീകുട്ടൻ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. Fundamental duties were added by the 42nd Amendment Act 1976. They are listed part 4. Direct question aanale. At present there are 11 fundamental rights. Fundamental duties are not enforceable by law. What is the answer? B is the answer. Second statement എന്തുകൊണ്ട് തെറ്റി? Fundamental duties part 5-ലാണോ? അല്ല, സോറി, part 4A. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് തെറ്റിച്ച് വരരുത് കേട്ടോ. ഇതൊക്കെ കിട്ടിയിരിക്കണം. ബി ഇസ് ദി ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ലെങ്തി ആണ്, ബട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റുമ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. PSCയുടെ ഒരുപാട് ചോദ്യങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റിയാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. മനസ്സിലായോ? അടുത്ത ചോദ്യം നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദി പാർലമെന്ററി പ്രിവിലേജസ്? പാർലമെന്ററി പ്രിവിലേജസ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പാർലമെന്ററി പ്രിവിലേജസ് അല്ലെ, പാർലമെന്റിന്റെ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനം 105(3) C. പാർലമെന്ററി പ്രിവിലേജസ് ആർ പ്രൊവൈഡഡ് ഇൻ ദി ആർട്ടിക്കിൾ 105. ഞാൻ നിങ്ങളോട് പറയാറുണ്ട് അല്ലെ, ആർട്ടിക്കിൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം 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 എന്ന് പറയുന്നില്ലേ. ഇവിടെ ആർട്ടിക്കിള് അറിയില്ലെങ്കിൽ പോയി. കാരണം എ ഓപ്ഷനിൽ വന്നില്ല അല്ലെ, എയിലും കൂടി വന്നിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കാം. പക്ഷെ എ ഓപ്ഷനിൽ വന്നില്ല. സി ഈസ് ദി ആൻസർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ആർട്ടിക്കിൾ ഈസ് കറക്റ്റ്. ദേ ഇൻക്ലൂഡ് ദ ഫ്രീഡം ഓഫ് സ്പീച്ച് ഇൻ പാർലമെന്റ് ആൻഡ് ഇമ്മ്യൂണിറ്റി ഫ്രം ലീഗൽ പ്രൊസീഡിംഗ്സ് ഫോർ സ്പീച്ചസ് മെയ്ഡ് ഇൻ ദി ഹൗസ്. ശരിയാണ്, അതാണല്ലോ പാർലമെന്ററി പ്രിവിലേജസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ദീസ് പ്രിവിലേജസ് ആർ കോഡിഫൈഡ് ഇൻ ഡീറ്റെയിൽ ബൈ എ സ്പെസിഫിക് ലോ പാസ്ഡ് ബൈ ദി പാർലമെന്റ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്. Parliamentary privileges. Parliamentary privileges are essential to ensure independence and effectiveness of the legislative functioning. എല്ലാ സ്റ്റേറ്റ്മെന്റ് വായിച്ചാലും നമുക്ക് ശരിയാണെന്ന് തോന്നില്ലേ? ഒബ്വിയസ്ലി നമ്മൾ ഡിയിലേക്ക് പോവാ, ബട്ട് ഇറ്റ് ഇസ് എ ട്രാപ്പ് ചോദ്യമാണ്. PSCക്ക് അറിയാം ഈ സ്റ്റുഡന്റ് ഈ ക്വസ്റ്റ്യൻ വായിച്ചാല് 50-50 50% പേരും ഡി ആയിരിക്കും കുത്തുക. ഹിയർ സി ഈസ് ദി ആൻസർ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Parliamentary privileges. Just a minute. പാർലമെന്ററി പ്രിവിലേജസ്. എന്താണ് പാർലമെന്ററി പ്രിവിലേജസ്? പാർലമെന്ററി പ്രിവിലേജസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല. ദേ ആർ ദ സ്പെഷ്യൽ റൈറ്റ്സ്, ദേ ആർ ദി ഇമ്മ്യൂണിറ്റീസ് അല്ലെ, വിച്ച് ഈസ് ഗിവൺ ടു ദി ഹൗസസ്. പാർലമെന്ററി പ്രിവിലേജസ് ലോക്സഭയിലും രാജ്യസഭയിലുള്ള മെമ്പേഴ്സിന് നൽകുന്ന സ്പെഷ്യൽ ഇമ്മ്യൂണിറ്റീസ് ഓർ സ്പെഷ്യൽ റൈറ്റ്സ്. പാർലമെന്റിലുള്ള മെമ്പേഴ്സിനും അവരുടെ കമ്മിറ്റീസിനും ലഭിക്കുന്ന സ്പെഷ്യൽ ഇമ്മ്യൂണിറ്റീസ് ആണ് പാർലമെന്ററി പ്രിവിലേജസ്. ദേ ആർ വെരി എസെൻഷ്യൽ ഓർ ദേ ആർ വെരി നെസസറി. എന്താണ് കാരണം? എന്താണ്? ഇൻ ഓർഡർ ടു സെക്യൂർ ഇൻഡിപെൻഡൻസ്. അവർക്ക് സ്വന്തമായിട്ട് മെമ്പേഴ്സിന് സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ പറയാനും അല്ലെങ്കിൽ അവരുടെ കൺസേൺസ് രേഖപ്പെടുത്താനും ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഈ പ്രിവിലേജസ് ഇല്ലെങ്കിൽ ഹൗസസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അവരുടെ അതോറിറ്റിയും അല്ലെങ്കിൽ ഹൗസസിന് അവരുടെ ഡിഗ്നിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ പ്രിവിലേജസ് ഇല്ലെങ്കിൽ ഹൗസിന് അവരുടെ മെമ്പേഴ്സിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ, ഇറ്റ് ഈസ് വെരി ക്രൂഷ്യൽ ഫോർ ദിസ് പാർലമെന്ററി പ്രിവിലേജസ്. ഭരണഘടന എന്ത് ചെയ്തിട്ടുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പാർലമെന്ററി പ്രിവിലേജസ് ഈ ഹൗസിന്റെ പ്രൊസീഡിങ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്കും സ്പീക്ക് ചെയ്യുന്നവർക്കും അല്ലെ, ഇതില് ടേക്ക് പാർട്ട് ചെയ്യുന്നവർക്കും ഈ പ്രൊസീഡിങ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓർക്കുക, ദിസ് പാർലമെന്ററി പ്രിവിലേജസ് ആർ നോട്ട് അവൈലബിൾ ടു പ്രസിഡന്റ്. ഇവിടെയാണ് PSC ചോദ്യങ്ങൾ മേക്ക് ചെയ്യുക. പാർലമെന്ററി പ്രിവിലേജസ് ഡു നോട്ട് എക്സ്റ്റെൻഡ് ടു ദി പ്രസിഡന്റ്, who is not an
ഹു ഈസ് ഓൾസോ ആൻ ഇന്റഗ്രൽ പാർട്ട്. പക്ഷെ പ്രസിഡന്റിന് പാർലമെന്ററി പ്രിവിലേജ് ലഭിക്കില്ല. ഓർക്ക കേട്ടോ, ഈ പോയിന്റ് ഓർക്കുക. ഇവിടെ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ബാക്കിയൊക്കെ സിമ്പിൾ ആണ്, നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. അതേപോലെ തന്നെ പാർലമെന്ററി പ്രിവിലേജസ് ബേസിക്കലി രണ്ട് രീതിയിലാണ് ഡിവൈഡ് ചെയ്യുക. ഒന്ന് കളക്റ്റീവ് പ്രിവിലേജസ് എന്നും മറ്റൊന്ന് ഇൻഡിവിജ്വൽ പ്രിവിലേജ് എന്നും പറയും. ഇൻഡിവിജ്വൽ പ്രിവിലേജസ്. കളക്റ്റീവ് പ്രിവിലേജസ് എന്ന് പറഞ്ഞാൽ ഹൗസിന് മൊത്തമായിട്ട് കിട്ടുന്ന പ്രിവിലേജസ് അല്ല, അതിന്റെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാനും അതിൽ നടക്കുന്ന ഡിബേറ്റുകളും അതിന്റെ പല പല കാര്യങ്ങളും പ്രൊസീഡിങ്സ് എല്ലാം അതിന് റൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ സ്ട്രേഞ്ചേഴ്സ് ഹൗസിന്റെ മീറ്റിംഗ്സിലും അല്ലെങ്കിൽ ഹൗസിന്റെ പ്രൊസീഡിങ്സിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യാൻ പറ്റും? തടയാൻ സാധിക്കും. ഇറ്റ് ക്യാൻ മേക്ക് റൂൾസ് റെഗുലേറ്റ് ഇറ്റ് സെൽഫ്. ഇല്ല, ഒരു മെമ്പർ ഓഫ് പാർലമെന്റിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അറസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഉടനടി കിട്ടാനുള്ള എല്ലാ അധികാരവും നമ്മുടെ പാർലമെന്റിനുണ്ട്. അതേപോലെ തന്നെ കോടതികൾക്ക് പാർലമെന്റിന്റെ കാര്യത്തിൽ ഇടപെടാൻ ദർ ഇസ് എ പ്രൊഹിബിഷൻ. ഇതൊക്കെയാണ് കളക്റ്റീവ് പ്രിവിലേജസ്. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ പ്രിവിലേജസ് ഉണ്ട് അല്ലെ. ഓരോ മെമ്പേഴ്സിനും ഇൻഡിവിജ്വൽ പ്രിവിലേജസും അവൈലബിൾ ആണ്. 40 ദിവസത്തിന് ശേഷവും 40 ദിവസത്തിന് മുമ്പും ഒരു സെക്ഷന് മുമ്പ് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സിവിൽ കേസിന് മാത്രമാണ്. ക്രിമിനൽ കേസ് ആണെങ്കിൽ അറസ്റ്റ് ചെയ്യാം. സിവിൽ കേസസ് ഓൺലി ഇൻ സിവിൽ കേസസ്. ഇൻഡിവിജ്വൽ പ്രിവിലേജസ് 40 ദിവസം. ഓർത്തിരിക്കുക, 40 ദിവസം ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി സെക്ഷൻ. പക്ഷേ ക്രിമിനൽ കേസിനും അതേപോലെ തന്നെ പ്രിവെന്റീവ് ഡിറ്റൻഷനും ഇൻഡിവിജ്വൽ പ്രിവിലേജസ് അവൈലബിൾ അല്ല. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽസ് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, അവർ പറയുന്ന കാര്യങ്ങൾ, ഹൗസിൽ സ്പീക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം അവർക്ക് എന്താണ് അല്ല, they have the freedom to do that. Right. ഇതാണ് പാർലമെന്ററി പ്രിവിലേജസ്. അതേപോലെ തന്നെ സോഴ്സസ് ഓഫ് പ്രിവിലേജസ്. ഒറിജിനലി ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 105 mentions two privileges. That is the freedom of speech and right of publication. Right. But ബേസിക്കലി ആർട്ടിക്കിൾ 105 അവിടെ ഉണ്ടെങ്കിലും ഈ പ്രിവിലേജസ് അവൈലബിൾ ആയിട്ടുള്ളത് ബേസിക്കലി 5 സോഴ്സസിൽ നിന്നാണ് അല്ലെ. നമ്മുടെ ഭരണഘടനയിലുള്ള വേരിയസ് പ്രൊവിഷൻസ്, പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമത്തിൽ ലഭിക്കും, ഈ രണ്ട് ഹൗസിന്റെയും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റൂൾസിൽ നിന്ന് ലഭിക്കും, പാർലമെന്ററി കൺവെൻഷൻസ് എന്ന് ലഭിക്കും, അതേപോലെ തന്നെ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻസ് എന്നും പാർലമെന്ററി പ്രിവിലേജസ് ലഭിക്കും. അങ്ങനെയുള്ള 5 സോഴ്സസിൽ നിന്നാണ് മേജർ ആയിട്ട് പാർലമെന്ററി പ്രിവിലേജസ് ലഭിക്കുന്നത്. അല്ലാതെ ഒറ്റൊരു പോയിന്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഒറ്റൊരു നിയമമൊന്നും ആക്കിയിട്ട് ഇതുവരെ പാർലമെന്ററി പ്രിവിലേജസ് പാസ്സാക്കിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റിയത്. അടുത്ത ചോദ്യം. ഓക്കെ, ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ചോദ്യങ്ങൾ, ഡയറക്റ്റ് ഉത്തരങ്ങൾ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ക്വസ്റ്റ്യൻസിൽ നമുക്ക് എലിമിനേഷനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ഇഫ് യു നോ യു നോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കണ്ടോ. നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ കൂടെ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം കണ്ടോ. PSC നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻസ് എന്തിനാ ചോദിക്കുന്നതെന്ന് അറിയോ? നിങ്ങളുടെ മെമ്മറി ടെസ്റ്റ് ചെയ്യാൻ, ടെസ്റ്റിംഗ് യുവർ മെമ്മറി ടെസ്റ്റിംഗ്. ഈ ക്വസ്റ്റ്യൻസ് എന്തിനാ അറിയോ? നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഈ 1 മിനിറ്റിൽ നിങ്ങൾക്ക് ഈ ചോദ്യം വായിച്ചിട്ട് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ബ്രെയിൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? അതാണ് ഈ ക്വസ്റ്റ്യൻസ് പ്രകാരം ചെക്ക് ചെയ്യുന്നത്. ഇത് ഡയറക്റ്റ് ബൈ ഹാർട്ട് മെമ്മറി ടെസ്റ്റ്. ഹു വാസ് ദ ഫസ്റ്റ് വുമൺ ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? വാട്ട് ഈസ് ദി ആൻസർ? പ്രതിഭ പാട്ടീൽ. Under which of the article of Indian Constitution can public interest litigation be filed in the High Court? എന്താണ് ഉത്തരം വരിക? യെസ്, 32 എന്ന് പറയുമ്പോൾ അത് റിറ്റുകളാണ് അല്ലെ. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പൊതു താല്പര്യ ഹർജി കേട്ടിട്ടുണ്ടോ? പൊതു താല്പര്യ ഹർജി, ജസ്റ്റിസ് ഭഗവതി കേസ്. വെരി ഗുഡ്. ആർട്ടിക്കിൾ 226. വിഷ്ണുപ്രിയ ക്ലാസ് കണ്ടിട്ടുണ്ട് അല്ലെ. വിഷ്ണുപ്രിയ ഹൈക്കോടതി ജുഡീഷ്യറിയുടെ ക്ലാസ് കണ്ടിട്ടുണ്ട്.
Which of the following Indian state does not have a state legislative council? ഏത് സംസ്ഥാനമാണ്? തമിഴ്നാടു. ഒന്ന് പറഞ്ഞ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്, എത്ര സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്? 6 സംസ്ഥാനങ്ങൾ. ഏതൊക്കെയാണ്? കർണാടക, പിന്നെ പറ വേഗം പറ. ആന്ധ്ര. ഓക്കെ, കർണാടക ഇല്ലല്ലേ? യെസ്, വെരി ഗുഡ്. UP, ബീഹാർ, മഹാരാഷ്ട്ര, കർണാടക ഉണ്ട് കേട്ടോ. കർണാടക, ആന്ധ്ര, തെലങ്കാന. വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ലെജിസ്ലേറ്റീവ് അസംബ്ലി, സ്പീഡിലായി നമുക്കൊന്ന് റീകോൾ ചെയ്യാം. ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈസ് ഈക്വൽ ടു ലോക്സഭ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഈസ് ഈക്വൽ ടു രാജ്യസഭ. പക്ഷെ രാജ്യസഭ പോലെയല്ല, പവർ വളരെ 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 റെസ്ട്രിക്റ്റഡ് ആണ്, വളരെ കുറവാണ്. ഒരുപാട് സംസ്ഥാനങ്ങളൊന്നും നമ്മുടെ കേരളത്തിലൊന്നും ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇല്ല. എന്തുകൊണ്ടാണ്? വെറുതെ ടൈം വേസ്റ്റ് ആവും അല്ലെ? ഒരു നിയമം പാസ്സാക്കാനുള്ള ടൈം വേസ്റ്റ് ആവും, അനാവശ്യമായി പിടിച്ചു വെക്കാം, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ MLA മാർ, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, നമ്മൾ പോയിട്ട് ഇലക്ഷൻ ഒക്കെ ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്മുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ് ഇവിടെ വരിക ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ. ഇവിടെയോ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എങ്ങനെ വരിക അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/6 ഗ്രാജുവേറ്റ്സ്, 1/6 ടീച്ചേഴ്സ്, 1/6 5/6 ഗവർണർ നോമിനേഷൻ എന്നൊക്കെ പറഞ്ഞ് നോമിനേറ്റഡ് ആയിട്ടല്ലേ, 1/3 പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹിയർ കൊളോണിയൽ അഡ്മിനിസ്ട്രേഷന്റെ കാലത്ത് വലിയ പ്രൊവിൻസസ് കൊണ്ടുവന്നത് അല്ല. യെസ്, വെരി ഗുഡ്, ദാറ്റ് ഈസ് ഇറ്റ്. പിന്നീട് ഇതിന്റെ ആവശ്യമില്ല, പല സംസ്ഥാനങ്ങളും എന്ത് ചെയ്തിട്ടില്ല. There is no need. Right. ലെജിസ്ലേറ്റീവ് കൗൺസിൽ കണ്ടാ ചോദിച്ചിട്ടുണ്ട്, PSC ചോദിച്ചിട്ടുണ്ട്. ഇതും ഒരു പെർമനന്റ് ഹൗസ് ആണ്, പെർമനന്റ് ബോഡിയാണ്, നോട്ട് സബ്ജക്റ്റഡ് ടു ഡിസൊല്യൂഷൻ. നമ്മുടെ രാജ്യസഭയുടെ കുറച്ച് സ്വഭാവങ്ങൾ ഇതിലുണ്ട്, പക്ഷെ രാജ്യസഭയുടെ അത്ര പവർ ഇല്ല. ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ഡിസൊല്യൂഷൻ. 5 വർഷമാണ് കാലയളവ് അല്ലെ? 5 വർഷത്തിന് മുമ്പേ തന്നെ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ പിരിച്ചുവിടാം, മെജോറിറ്റി ഇല്ലാതിരിക്കുമ്പോ. ലെജിസ്ലേറ്റീവ് അസംബ്ലി. റൈറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിറ്റ്സ് ഈസ് നോട്ട്, സിമ്പിൾ ചോദ്യം അല്ലെ? ഡി ഈസ് ദി ആൻസർ. സിമ്പിൾ ചോദ്യം, ഡി ഈസ് ദി ആൻസർ. റൈറ്റ്. റിട്ടുകൾ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം കേട്ടോ മെയിൻസിന്. ടു ഹൂം ഡസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, എഗെയിൻ ഡയറക്റ്റ് ചോദ്യം അല്ലെ? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആർക്കാണ് റെസിഗ്നേഷൻ നൽകുക? വൈസ് പ്രസിഡന്റ്. ഡയറക്റ്റ് ചോദ്യമാണ്, ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വൈസ് പ്രസിഡന്റ് ആർക്കാണ് റെസിഗ്നേഷൻ കൊടുക്കുക? പ്രസിഡന്റിന്. പ്രസിഡന്റ്. സ്പീക്കർ ആർക്കാണ് റെസിഗ്നേഷൻ കൊടുക്കുക? ലോക്സഭ സ്പീക്കർ ആർക്കാണ് റെസിഗ്നേഷൻ കൊടുക്കുക? ലോക്സഭ സ്പീക്കർ ആർക്കാണ് റെസിഗ്നേഷൻ കൊടുക്കുക? ഡെപ്യൂട്ടി സ്പീക്കർ. വെരി ഗുഡ്. ഡെപ്യൂട്ടി സ്പീക്കർ ആർക്കാണ് കൊടുക്കുക? ഡെപ്യൂട്ടി സ്പീക്കർ ആർക്കാണ് കൊടുക്കുക? ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കർ. മാറിപ്പോകാൻ പാടില്ല, വെരി ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ്. അണ്ടർ വിച്ച് ഓഫ് ദി ആർട്ടിക്കിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഓഫ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ് മെൻഷൻ ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ ഏതാ? വെരി സിമ്പിൾ ചോദ്യം. ആർട്ടിക്കിൾ 74 അല്ലെ? ആർട്ടിക്കിൾ 74. 74 പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് പരാമർശിക്കുന്ന ചോദ്യങ്ങൾ. ഞാൻ പറഞ്ഞിട്ടല്ലേ നിങ്ങളോട്, ആർട്ടിക്കിൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ? ഡയറക്റ്റ് ചോദിക്കും, PSCക്ക് വളരെ ഇഷ്ടമാണ്. കാരണം നിങ്ങളോട് വളരെ പെട്ടെന്ന് ഇത് മറന്നുപോകും. അടുത്ത ചോദ്യം. Which provision of the Constitution of India empowers the Parliament to legislate with respect to any matter in the state list? ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. ഏത് ആർട്ടിക്കിളാണ്? രാജ്യസഭ. ഓക്കെ. Which provision of the Constitution of India empowers Parliament to legislate with respect to any matter in the state if a proclamation of emergency is in operation? What is the answer? A ആണോ? Yes, Article 250.
വെരി ഗുഡ്. Enforcement of which of the following fundamental rights can't be suspended during the proclamation of emergency? Direct ചോദ്യം. C is the answer. ഇതൊക്കെ പ്രിലിംസിന്റെ ആക്റ്റീവ് റീകോളിംഗിൽ കവർ ചെയ്തതാണ്. ഹു ഈസ് ദി 26th ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? ആരാണ്? യെസ്, യെസ്, ബി ആണ് ഉത്തരം. ബി കേട്ടോ. 26th നിലവിലും ഇദ്ദേഹം തന്നെയാണ് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അടുത്ത ചോദ്യം. നോ പേഴ്സൺ ഹു ഈസ് എ മെമ്പർ ഓഫ് സിവിൽ സർവീസസ് ഓഫ് ദ യൂണിയൻ ഓർ ഓൾ ഇന്ത്യ സർവീസസ് or a civil service of a state hold a civil post under union or state shall be dismissed or removed by an authority subordinate to that by which it was appointed. This clause shall not apply dash. ക്വസ്റ്റ്യൻ എളുപ്പമാണ്, പക്ഷെ എന്താ നമ്മൾ ക്വസ്റ്റ്യന്റെ വലുപ്പം കാണുമ്പോൾ നമ്മൾ പേടിക്കും. നമ്മൾ റീഡ് പോലും ചെയ്യില്ല. യെസ്, ഡി. ഇത് വായിച്ചാല് ഓക്കെ, ഇത് സമാധാനത്തിൽ വായിച്ചാൽ ഇതിന്റെ ഉത്തരം കിട്ടും. റൈറ്റ്, ഡി. എല്ലാവരും ഉത്തരം പറയുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ശരത്താണ് പറഞ്ഞത്. വെരി ഗുഡ്. യെസ്, നോ പേഴ്സൺ ഹു ഈസ് എ മെമ്പർ ഓഫ് എ സിവിൽ സർവീസ്. അതായത് ദിസ് ഈസ് ആർട്ടിക്കിൾ 311, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ സർവൻസ് against dismissal, removal or reduction of rank. സാധാരണ രീതിയിൽ ഒരു സിവിൽ സർവന്റിനെ ഡിസ്മിസ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയാണെങ്കിലോ ദേ മസ്റ്റ് ബി ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലെയിൻ. അല്ല, they are protected under Article 311. ബട്ട് ഈ എൻക്വയറി ഓക്കെ, അവർക്ക് സാധാരണ രീതിയിൽ ആർട്ടിക്കിൾ 311 എന്താ പറയുന്നത്? അവർക്ക് അവരെ പറയാനുള്ള സാഹചര്യം, അവർക്ക് എന്താണ് പറയാനുള്ള സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കണം. പക്ഷേ there are three exception. അപ്പോ എക്സെപ്ഷൻ 1, ഒരു ക്രിമിനൽ കോടതി എന്ത് ചെയ്യാണ്? ഇദ്ദേഹത്തെ ഇയാൾ കുറ്റം ചെയ്തു എന്ന് കണ്ടുപിടിക്കുകയാണ്, കൺവിക്റ്റഡ് ആവുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പിരിച്ചുവിടാം. അവർക്ക് പറയാനുള്ളത് കേൾക്കണമെന്നില്ല. Second, it is not reasonably practicable to hold an inquiry and the authority record. അതെ, ചില സന്ദർഭങ്ങളിൽ എൻക്വയറി ഒന്നും ചെയ്യാനുള്ള സിറ്റുവേഷൻ, സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. മൂന്നാമത്, where the president or the governor, as the case may be, is satisfied that the interest of the security of the state is not. അതെ, ഇത് വായിച്ചാൽ ഉത്തരം കിട്ടും കേട്ടോ. interest of the state security. Sorry, question ആർട്ടിക്കിൾ 312 2 ബട്ടി കണ്ടീഷൻസ് ഫുള്ള് എക്സ്പ്ലനേഷൻ അല്ലേ? റൈറ്റ്. നോർമലി സിവിൽ സർവന്റ് പ്രൊട്ടക്ഷൻ ആർട്ടിക്കിൾ 311 വരുന്നതല്ലേ? 311, 312
where a person is dismissed or removed or reduction in the rank on the ground of conduct which has led to the conviction of a criminal charge. Where an authority empowered to dismiss or remove a person to reduce him rank is satisfied that for some reason to be recorded. Yes. Okay, right. Lower authority dismiss ചെയ്യാൻ പറ്റുന്ന. Okay, ശരത് correct. All is the answer statement. 4. D is the answer. D ആണ് ഉത്തരം വരിക. All of the above. എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയല്ലേ? റൈറ്റ്. ആർട്ടിക്കിൾ 317 ഡീൽസ് വിത്ത് ഡാഷ്. കണ്ടോ, ഡയറക്റ്റ് ആർട്ടിക്കിൾ ചോദിക്കുന്നുണ്ടോ? ആർട്ടിക്കിൾ 317, 315 UPSC, സ്റ്റേറ്റ് PSC. അപ്പൊ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ആണ് അല്ലെ? അത്രയും നമുക്ക് അറിയായിരിക്കും. 317 നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ ഇതിന്റെ ഉത്തരം കിട്ടുള്ളൂ. ഇതൊരു ഡിഫിക്കൽട്ട് ചോദ്യമാണ്. എപ്പോഴൊക്കെ നിങ്ങൾ ആർട്ടിക്കിൾസ് പഠിക്കുന്നുവോ ആർട്ടിക്കിൾസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. റിമൂവൽ ആൻഡ് സസ്പെൻഷൻ ഓഫ് എ മെമ്പർ ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ. എ ഈസ് ദി ആൻസർ. യെസ്, റിമൂവൽ. 317 റിമൂവൽ. Doctrine of occupied field is related to the interpretation of dash. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില ക്വസ്റ്റ്യൻസ് എന്താണ്, ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഉത്തരം നൽകാൻ പറ്റിയെന്ന് വരില്ല. എന്താണ് ഡോക്ട്രിൻ ഓഫ് ഓക്യുപ്പൈഡ് ഫീൽഡ്? അറിയോ? ആർക്കെങ്കിലും അറിയാവോ? അല്ലെങ്കിൽ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? Yes. Doctrine of occupied field is related to, simple ആയിട്ട് പറഞ്ഞാൽ, is related to legislative conflict between union and the state. Article 254 deals with inconsistency between the central and the state law on matters in the concurrent list. The doctrine of occupied field എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് അറിയില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. യെസ്, സംതിങ് റിലേറ്റഡ് ടു സുപ്രീം കോർട്ട്. യെസ്, റൈറ്റ്, സംതിങ് റിലേറ്റഡ്. വെരി ഗുഡ്. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 14 21 നമ്മൾ പഠിച്ചതാണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇതിലൊന്നും നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റുകളൊന്നും പഠിക്കുമ്പോൾ ഡോക്ട്രിൻ ഓഫ് ഓക്യുപ്പൈഡ് ഫീൽഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ പഠിക്കുന്നില്ല. ഇൻഫാക്ട് ഇത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളത് പഠിച്ചേനെ. ഇല്ല, ഫണ്ടമെന്റൽ റൈറ്റിൽ എവിടെയും നമ്മൾ ഈ വാക്ക് കേൾക്കുന്നില്ല. പിന്നീട് വരേണ്ടത് CO DO ആണ്. ഇതിൽ എന്ത് ചെയ്യണം? യു ഹാവ് ടു ടേക്ക് ദ റിസ്ക് എടുക്കണം. യെസ്, ഡി, യു ഹാവ് ടു ടേക്ക് ദ റിസ്ക്. ഇവിടെ റിസ്ക് എടുക്കണം. ആർട്ടിക്കിൾ 254 നൺ ഓഫ് ദി എബോവ് ആയിരിക്കും ഉത്തരം. അങ്ങനെ എന്ത് ചെയ്യുക? 254 ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഹു ഈസ് ദി ചെയർപേഴ്സൺ ഓഫ് GST കൗൺസിൽ? പ്രൈം മിനിസ്റ്റർ, യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, നൺ ഓഫ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ബി. നോക്കിയേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഇറ്റ് ഡസന്റ് അഫക്ട് യു. പക്ഷേ ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു അഫക്ട് യു. മനസ്സിലായില്ലേ? ഇതിന്റെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ ദിസ് ഈസ് ഗോയിങ് ടു അഫക്ട് യു. റൈറ്റ്. ജുഡീഷ്യൽ റിവ്യൂ ബൈ ദി ഹൈക്കോർട്ട് was held to be included in the basic structure of the Constitution of India. Direct question, Keshavananda Bharatiya case. Keshavananda Bharatiya case was okay, High Court, right?
ഡി ആണോ വരിക? ജുഡീഷ്യൽ റിവ്യൂ ബൈ ദി ഹൈക്കോർട്ട് was held to be included in the basic structure of the Constitution of India. Yes, ഇവിടെ ഉത്തരം ഡി ആണ് കേട്ടോ. ഡി ആണ് ഉത്തരം, എ അല്ല. കേശവാനന്ദ ഭാരതിയ കേസ് വാസ് റിലേറ്റഡ് വിത്ത് സുപ്രീം കോർട്ട്. യെസ്, എൽ ചന്ദ്രകുമാർ കേസ് 1995. തെറ്റിക്കാൻ വേണ്ടിയിട്ട് തന്നെ കൊണ്ടുവന്നിട്ടതാണ് ഓപ്ഷൻ എ. ഓക്കെ, സോ യെസ്, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ. സബ് ഇൻസ്പെക്ടർ കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ്, പി ബൈ ക്യു ആണ്. വിച്ച് ആർട്ടിക്കിൾസ് ഡീൽ വിത്ത് ദി സ്പീക്കർ റൈറ്റ് ടു വോട്ട് ഇൻ ദി ലോക്സഭ? കാസ്റ്റിംഗ് വോട്ട്. ഏതാണ് കാസ്റ്റിംഗ് വോട്ട്? യെസ്, 97. അഗൈൻ നിങ്ങൾ നോക്കിയേ, ഇപ്പൊ നമ്മൾ സോൾവ് ചെയ്ത ക്വസ്റ്റ്യനിൽ എത്രത്തോളം ആർട്ടിക്കിൾസിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തു. ഇമ്പോർട്ടന്റ് അല്ലേ? ആർട്ടിക്കിൾസ് ഇമ്പോർട്ടന്റ് ആണെന്ന് ക്ലാസ്സുകളിൽ ഞാൻ പറയാനുള്ളത് അതുകൊണ്ടാണ്. അടുത്ത ചോദ്യം, അണ്ടർ ആർട്ടിക്കിൾ 101, ഇഫ് എ മെമ്പർ ഓഫ് ദി പാർലമെന്റ് ഈസ് ആബ്സെന്റ് ഫോർ ഹൗ മെനി ഡേയ്സ്? 60 days അല്ലെ? ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 60 ദിവസം ഒരു അറിയിപ്പും കൂടാതെ അവരെന്ത് ചെയ്യാണ്? ഹൗസിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ, ആബ്സെന്റ് ആയി നിൽക്കുകയാണെങ്കിൽ അവരുടെ സീറ്റ് വെക്കേറ്റ് ആകും. The GST Council was formed under which article inserted by the? ഏതാണ് ഉത്തരം? ആർട്ടിക്കിൾ സി അല്ലെ? ആർട്ടിക്കിൾ 279A GST. Under which article does the President of India may address either house of the both houses of the Parliament? ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് 2 ആർട്ടിക്കിളിന്റെ ചോദ്യം, 2 അല്ല 3 ആർട്ടിക്കിളിന്റെ ചോദ്യം. 86. രണ്ട് സാഹചര്യങ്ങളാണ് പ്രസിഡന്റ് എന്ത് ചെയ്യുന്നത്? ഹൗസിനെ അല്ലെ, ഹൗസിൽ അഡ്രസ് ചെയ്യുന്നത്. ഏതൊക്കെ സാഹചര്യങ്ങളായിരുന്നു? 1, ഇലക്ഷന് ശേഷമുള്ള ഫസ്റ്റത്തെ സെക്ഷൻ. 2, എല്ലാ വർഷവും തുടക്കത്തിലുള്ള ഫസ്റ്റ് സെക്ഷൻ. പഠിച്ചാണ്, സിമ്പിൾ. ആർട്ടിക്കിൾ 86. Which of the following constitutional amendment restored the power of judicial review of fundamental right curtailed during the emergency? 44. വെരി ഗുഡ്. 42 ആക്ച്വലി എടുത്തു കളഞ്ഞു അല്ലെ? 44 ജനതാ ഗവൺമെന്റ് വന്നപ്പോ വീണ്ടും തിരിച്ചു കൊടുത്തു. 42 എടുത്തു കളഞ്ഞു, 44 തിരിച്ചു കിട്ടി. അങ്ങനെ ആലോചിച്ചാൽ മതി. ഡീമർ എ ഇസ് ദി ആൻസർ. Under Article 106, the authority to determine salaries of the members of parliament lies in dash. Simple question. What is the answer? Parliament അല്ല, Parliament bylaw. 105 Constitutional Amendment Act related to dash. What is the answer? Yes. C is the answer. Restoring the state power to identify OBCs. 102 ഭേദഗതിയോ? 102 ഭേദഗതി എന്തായിരുന്നു? 102 ഭേദഗതി. വെരി ഗുഡ്. NCBC get constitutional status. 103. 103 ഭേദഗതി 10% EVS റിസർവേഷൻ. 104 ഭേദഗതി ST റിസർവേഷൻ 10 വർഷത്തേക്ക് കൂടി ഇൻക്രീസ് ചെയ്തു. അതേപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ അബോളിഷ് ചെയ്തു. 105 ഭേദഗതി റിസ്റ്റോറേഷൻ ഓഫ് സ്റ്റേറ്റ് പവർ ടു ഐഡന്റിഫൈ OBCs. Yes. Which among the following person is not a member of cabinet mission? 106 women seat reservation. Very good. Which among the following person is not a member of cabinet mission? Simple question.
Yes, very good. William Bentinck. Lawrence Cripps, A.V. Alexander. Cabinet Mission's 3 members ആയിരുന്നു. Which of the following is not a provision of the 74th Constitutional Amendment Act? 74ാം ഭേദഗതി എന്തായിരുന്നു? 73rd 74th. Constitution of State Finance Commission, establishment of District Planning Commission, creation of Metropolitan Planning Commission, establishment of a National and Urban Renewal Mission. Panchayat and Municipality. Constitution of State Finance Commission. Article ഏതായിരുന്നു? Which is the article? Y. 243I. Yes, very good. 74ാം ഭേദഗതിയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മീഷൻ, ക്രിയേഷൻ ഓഫ് മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മീഷൻ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ. ഏതായിരിക്കും ഉത്തരം വരിക? ഡി ആണ് ഉത്തരം വരിക കേട്ടോ. National Urban Renewal Mission is not a provision of the 74th Constitutional Amendment Act. 2005 ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ഇത്. ഇതിൽ ഉൾപ്പെടുന്നതല്ല കേട്ടോ. കമ്മീഷൻ, കമ്മിറ്റി, മിഷൻ. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആണ് ഉത്തരമായിട്ട് വരിക. Who is the first temporary chairman of the Constituent Assembly? ഡിഗ്രി ലെവലുകളിൽ മെയിൻസിൽ വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. സി സച്ചിദാനന്ദ സിൻഹ. ഫ്രഞ്ച് പ്രാക്ടീസ് വെച്ചിട്ട് ഏറ്റവും മുതിർന്നവര് ആരാണോ ആ സമയത്ത് സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. ഹി വാസ് ദി പ്രസിഡന്റ്. Which feature is not adopted in the Constitution from the Government of India Act 1935? Government of India Act 1935. Parliamentary system. Yes. From Britain. Very good. In which case, the Supreme Court reversed by a narrow majority its own earlier decision upholding the power of Parliament to amend all parts of the Constitution, including Part 3 related to the fundamental right. What is the answer? B ആണോ ആൻസർ അല്ലെങ്കിൽ എ ആണോ ആൻസർ? Yes, B will be the answer. First statement നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാലോ. കേശവാനന്ദ ഭാരതിയ കേസ് 1973. സുപ്രീം കോടതി അവരുടെ തന്നെ ജഡ്ജ്മെന്റ് എന്ത് ചെയ്തു? റിവേഴ്സ് ചെയ്തു അല്ലെ. upholding the power of Parliament to amend all part of the Constitution, including Part 3 related to the fundamental right. കേശവാനന്ദ ഭാരതി കേസിലാണല്ലോ ബേസിക് സ്ട്രക്ചർ വരുന്നത് അല്ലെ. ബേസിക് സ്ട്രക്ചർ
എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്. സോ എന്തായാലും നിങ്ങൾക്ക് ഓപ്ഷൻ 1 എലിമിനേറ്റ് ചെയ്യാം. നൗ ബി ഓർ സി. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടത്. നമുക്ക് അറിയാത്ത ചോദ്യങ്ങളും നമുക്ക് അറിയുന്ന നമ്മുടെ ലിമിറ്റഡ് നോളേജ് വെച്ചിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ദാറ്റ് ഈസ് ഹൗ യു ഹാവ് ടു സോൾവ് എ ക്വസ്റ്റ്യൻ. സിയോ ഡിയോ ബിയോ? യെസ്, ബി ഈസ് ദി ആൻസർ. ഗോലഖ്നാഥ് സിംഗ് കേസ്. മിനർവ മിൽ കേസ് എന്താ 1980 വന്ന കേസാണ് അല്ലെ, 80കളിൽ വന്ന കേസാണ് മിനർവ മിൽ കേസ്. മിനർവ മിൽ കേസിലും എന്ത് പറയുന്നുണ്ട്? അമെൻമെന്റ് ചെയ്യാൻ പറ്റില്ല, ബേസിക് സ്ട്രക്ചർ അത് ഒന്നും കൂടി ഉറപ്പിച്ച് പറയാണ് ചെയ്യുന്നത്. സോ ഹിയർ ബി ഈസ് ദി ആൻസർ. ഇങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തേണ്ടത്. ശരത്, വെരി ഗുഡ്. ഹു വേർ ദി ഫസ്റ്റ് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഇൻ ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദി കേരള? നോക്കിയാ നിങ്ങള് ഇതിൽ 2 പേരാണ് ശരി അല്ലെ, 2 പേരാണ് ഇതിൽ ശരി. 4 ഓപ്ഷൻസ് തരുന്നുണ്ട്, ഇതിൽ 2 ഓപ്ഷൻ മാത്രമേ ശരിയുള്ളൂ. എങ്ങനെ? സ്റ്റേറ്റ്മെന്റ് നോക്കി നിങ്ങൾ. സി, ഫസ്റ്റ് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ, കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഒബ്വിയസ്ലി CH മുഹമ്മദ് കോയ അല്ല. You can eliminate option A. Right. C ആണ് ഉത്തരം. C ആണോ B ആണോ ഉത്തരം? 666. കേരളത്തിന്റെ B is the answer കേട്ടോ. ഓർക്കുക, ഇത് മിക്കവാർക്കും അറിയില്ലായിരിക്കും. ശങ്കര നാരായൺ തമ്പി ആൻഡ് ഓക്കെ ആയിഷ ബായ്, പേരുകൾ ഓർത്ത് വെക്കുക കേട്ടോ. യെസ്. Which of the following statements are correct according to the article 322? Article 326. Basic principle of the universal adult franchise. Election to the House of the People on the basis of adult suffrage. Election to the Legislative Assembly on the basis of adult suffrage. എന്താണ് ഉത്തരം വരിക? ആർട്ടിക്കിൾ 326 എന്താണ്? അഡൽട്ട് അല്ലെ, ഫ്രാഞ്ചൈസ്. യെസ്, ഡി അല്ലേ? സിമ്പിൾ അല്ലേ? ഡി. ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് എത്താലോ. സിമ്പിൾ ചോദ്യം അല്ലെ. എന്താണ് ഈ ആർട്ടിക്കിൾ 326 എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്താം. അഡൽട്ട് ഫ്രാഞ്ചൈസ് എലക്ഷൻ, 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും എലക്ഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺസെപ്റ്റ്. അടുത്ത ചോദ്യം. Fundamental rights have a reasonable restriction permitting on freedom of speech and expression in the interest of the sovereignty and integrity of India mentioned in dash. Difficult question ആണ്. ബട്ട് എന്നാലും നിങ്ങൾ ഒന്ന് നോക്കിയേ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആർട്ടിക്കിൾ 12 വരുവോ? ഇല്ല, ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ അല്ലേ. You can eliminate option A and C. D. Article B. Right. Freedom of speech and expression ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 19. യെസ്, ഇപ്പൊ കുറെ ഇൻസ്റ്റാ റീൽസ് കാണാം. റൈറ്റ്, ആർട്ടിക്കിൾ 19 അല്ലേ. സോ ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് എത്താലോ. കാണുമ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുമെങ്കിലും സിമ്പിൾ ചോദ്യമാണ്. ആർട്ടിക്കിൾ 19(1). റൈറ്റ്, യെസ്. സോ ഏറ്റവും ക്ലോസ്ലി ആർട്ടിക്കിൾ 19 ഉത്തരത്തിലേക്ക് എത്താലോ. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, നിങ്ങൾ ഭയങ്കരമായിട്ട് നമ്മൾ പഠിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻസ്.
അല്ലാതെ അത് ഭയങ്കരമായിട്ട് പഠിച്ചിട്ട് അത് അങ്ങനെയല്ല. ഇറ്റ്സ് സം കൈൻഡ് ഓഫ് കോമൺ സെൻസ് ചോദ്യങ്ങൾ. The judgment in the L. Chandra Kumar case 1997 established tribunals are not substitute for the Supreme Court and High Court, but their functions are supplementary. Tribunals' decisions are subjected to the scrutiny before a division bench of the High Court. It was established the validity of Article 323A and 323B. Yes, Article 91, 92. L. Chandra Kumar case 1997. നിങ്ങൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ട്രിബ്യൂണൽസ് ആർ നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈ കോർട്ട്, ബട്ട് ദെയർ ഫങ്ഷൻസ് ആർ സപ്ലിമെന്ററി. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? റൈറ്റ്, ഒബ്വിയസ്ലി സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെ. എൽ ചന്ദ്രകുമാർ കേസിൽ സുപ്രീം കോടതിയുടെ വിധി എന്താണ്? ആലോചിച്ച് നോക്ക്, യൂസ് യുവർ ബ്രെയിൻ. അറിയാത്ത ചോദ്യങ്ങൾ ഇങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്, മനസ്സിലായോ? ടോപ്പേഴ്സ് ആർ ഡൂയിങ് ലൈക്ക് ദിസ്. ടോപ്പേഴ്സ് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഒരു വിധിയിൽ 1997 വരുന്ന ഒരു വിധിയിൽ എന്തായിരിക്കും ആ വിധികൾ? ട്രിബ്യൂണൽസ് ആർ നോട്ട് സബ്ജക്റ്റഡ്, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടുകളല്ല, അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫങ്ഷൻസ് ആർ സപ്ലിമെന്ററി, വേറെ തന്നെ ഫങ്ഷൻസ് ആണ്. ശരിയായിരിക്കുമല്ലോ അല്ലെ? എവിടെയെങ്കിലും തെറ്റാൻ സാധ്യത ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. യു ക്യാൻ എലിമിനേറ്റ് ഓപ്ഷൻ ബി ആൻഡ് സി. ട്രിബ്യൂണൽ ഡിസിഷൻസ് ആർ സബ്ജക്റ്റഡ് ടു ദ സ്ക്രൂട്ടനി ബിഫോർ എ ഡിവിഷൻ ബെഞ്ച് ഓഫ് ദി ഹൈക്കോർട്ട്. ഒരു പക്ഷെ നമുക്കിത് അറിയില്ലായിരിക്കാം, പക്ഷെ ഇറ്റ് എസ്റ്റാബ്ലിഷ് ദ വാലിഡിറ്റി ഓഫ് ആർട്ടിക്കിൾ. തേർഡ് സ്റ്റേറ്റ്മെന്റ് അറിയുമല്ലോ, ട്രിബ്യൂണൽസിന്റെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. സോ ഫസ്റ്റ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. സോ എൽ ചന്ദ്രകുമാർ കേസ് ഈസ് സംതിങ് അബൌട്ട് ഇറ്റ് വിത്ത് ദ ട്രിബ്യൂണൽസ്. സോ ഡി വിൽ ബി ദി ആൻസർ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടത്. A prerogative writ of a superior court to call for the records of an inferior court or a body action. Simple ചോദ്യം, judicial capacity. What is the answer? Habeas corpus, to have the body. To have the body. ഒരാളെ കാണാണ്ടായി കഴിഞ്ഞാൽ habeas corpus. You can eliminate option A and D. B O C ആണ് ഉത്തരം. Here C is the answer, right? Quo warranto, എന്തധികാരം അല്ലെ? എന്തധികാരം? മാൻഡമസ്, വി കമാൻഡ്, വി കമാൻഡ്, വി കമാൻഡ്. അതാലോചിച്ചാൽ മതി. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ആർട്ടിക്കിൾ 315 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 315 UPSC ആൻഡ് സ്റ്റേറ്റ് PSC അതറിയാം, അത് നമുക്കറിയാം. There shall be a Union Public Service Commission for the Union. ശരിയല്ലേ? ഇങ്ങനെയൊക്കെ വരുമ്പോണ്ടല്ലോ, എന്തുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാവാൻ, അല്ലെങ്കിൽ തെറ്റ് കണ്ടുപിടിക്കുക. ഫോർ എക്സാമ്പിൾ എൽ ചന്ദ്രകുമാർ കേസ്, ഇതിൽ സ്റ്റേറ്റ്മെന്റുകൾ എന്തുകൊണ്ട് തെറ്റാവാനുള്ള റീസൺ കണ്ടുപിടിക്കാം. ആ റീസൺ ഇല്ലെങ്കിൽ എന്തായിരിക്കും? മിക്കവാറും ആ സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കും. 2 or more states may agree that there shall be one public service commission for that group of state. ഇതെന്തായി ഉദ്ദേശിക്കുന്നത്? ഡി വരുമോ? ഇത് ജോയിന്റ്, വെരി ഗുഡ് ശരത്, ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി സാധനമല്ലേ? നമ്മുടെ ഭരണഘടനയിൽ പറയുന്നില്ലല്ലോ അല്ലെ? ജോയിന്റ് PSC, ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മുടെ ഭരണഘടനയിൽ പറയുന്നില്ല. അതൊരു സ്റ്റാറ്റ്യൂട്ടറി, പാർലമെന്റ് പാസ്സാക്കിയ നിയമത്താൽ വരുന്ന സാധനമാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് JPSC. 2 or more states may agree that there shall be one public service commission for that group of state. ആർട്ടിക്കിൾ 15 ചോദ്യമാണ് കേട്ടോ ചോദിക്കുന്നത്. A member of PSC shall hold office for a term of 6 years. ഇതിലെന്തായാലും ഉത്തരം വരുമോ? ഡി വരുമോ? 6 years ആണ്. ഇത് ശരിയാ. തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാ. ഫസ്റ്റ് ആൻഡ് 3 is correct. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? സി is the answer. സി ആണ് വരിക. കാരണം എന്താ? ആർട്ടിക്കിൾ 315 ജോയിന്റ് PSCസിനെ കുറിച്ച് പറയുന്നില്ല. റൈറ്റ്.
ഓക്കെ അല്ലേ? അതെ, ജോയിന്റ് പി എസ് സി സ്റ്റാറ്റ്യൂട്ടറി ആണ്. അത് പാർലമെന്റ് പിന്നീട് പാസ്സാക്കിയതാണ്. റൈറ്റ്. 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ആഡഡ് ഡാഷ്. 73rd 74th പഞ്ചായത്തി രാജ്. കുറച്ച് സ്പീഡാക്കിയേ. Constitutional status to Panchayati Raj institution. It added 11th schedule to the constitution. 11th schedule. The act added part 9 of the constitution. What is the answer here? D ആണോ A ആണോ? B ആണോ? എന്താ ഡീമർ A പറഞ്ഞത്? പാർട്ട് 9 പഞ്ചായത്ത്. പാർട്ട് 9A municipality. മാറിപ്പോ വെറുതെ. These are some basic things. D is the answer. Article 350 provides dash. Article 350 provides dash. Article 350 എന്താണ്? Special officer for linguistic minorities. President can appoint a officer for linguistic minorities. Commissioner for linguistic minorities send a report to the Rajya Sabha. അതെന്തിനാ രാജ്യസഭയിലെ റിപ്പോർട്ട് നടക്കുന്നത്? The Commissioner for linguistic minorities report to the President on linguistic matters. 2 and 3rd statement ഒപ്പരം വരൂല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ശരി. തേർഡ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ശരിയാവുക. Commissioner of linguistic minorities report to the President on linguistic matters. ഇത് പാർലമെന്റ് ആണെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവുമായിരുന്നു. എന്നാലും ഇല്ല, പ്രസിഡന്റിനെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ഹിയർ ഡി ഉത്തരം വരില്ല. സി വിൽ ബി ദി ആൻസർ. In 4th October 2024, the Supreme Court find that caste segregation exists in Indian jail, which violate the Article 23 of the Indian Constitution. They are dash. Article 23, Article 24. Article 17, untouchability. യെസ്, ഏതാ ഉത്തരം പറയും ശരത്. എ ആണോ ഡി ആണോ? A. Caste segregation exists in Indian jail. അത് ആർട്ടിക്കിൾ 23 വയലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദേ ആർ ഡാഷ്. ഡിഗ്രേഡിംഗ് ലേബർ വരും. ഒപ്രസീവ് പ്രാക്ടീസസ് വിച്ച് വയലേറ്റ് ദി ആർട്ടിക്കിൾ 23 എന്താണ്? ആർട്ടിക്കിൾ 23 എന്താണ്? ഫോഴ്സ്ഡ് ലേബർ, ഹ്യൂമൻ ലേബർ, ഡിഗ്രേഡിംഗ് ലേബർ. ഫസ്റ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ എന്തിനാണ് കൺഫ്യൂഷൻ? അതെന്തായാലും വരുമല്ലോ. സോ യു ക്യാൻ എലിമിനേറ്റ് ഓപ്ഷൻ ബി ആൻഡ് സി. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റിൽ എന്ത് ചെയ്യണം? വയലേഷൻ ഓഫ് ദി ആർട്ടിക്കിൾ 17. യെസ്, ഇവിടെ എ ഈസ് ദി ആൻസർ. റൈറ്റ്, എ ആണ് ഉത്തരം. PSC എ ആണ് ഉത്തരം കൊടുത്തിട്ടുള്ളത്.
Yes, right, against exploitation. Right. Yes. Constitutional bodies. Parliamentary privileges നമ്മൾ ഡിസ്കസ് ചെയ്തു. റിട്ടുകൾ നോയിട്ട് ജുഡീഷ്യറി അവിടെ ആക്കട്ടെ. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. സ്പീഡിൽ നോക്കിയ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ഇവിടെ നിന്ന് ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. ഇലക്ഷൻ കമ്മീഷൻ, UPSC, സ്റ്റേറ്റ് PSC, ഫിനാൻസ് കമ്മീഷൻ, GST കൗൺസിൽ, നാഷണൽ കമ്മീഷൻ ഫോർ SC, നാഷണൽ കമ്മീഷൻ ഫോർ ST, നാഷണൽ കമ്മീഷൻ ഫോർ OBC, സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, and Advocate General of India. These are the constitutional bodies. Basic ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണം. Okay, now you have to know about the article. Articles must ആയിട്ട് അറിഞ്ഞിരിക്കണം. Election Commission 324, PSC 315 മുതൽ 324, ഫിനാൻസ് കമ്മീഷൻ ആർട്ടിക്കിൾ 280, GST കൗൺസിൽ ആർട്ടിക്കിൾ എത്രയാണ്? GST കൗൺസിൽ ഡാഷ്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് 338, 338A, 338B, സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി 350B, CAG 148, AG 76, അറ്റോർണി ജനറൽ 76, അഡ്വക്കേറ്റ് ജനറൽ 165. യെസ്, വെരി ഗുഡ്. 279A ഡയറക്റ്റ് ഇതിൽ നിന്ന് ചോദിക്കും. ഫസ്റ്റ് ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? യെസ്. ഇനി രണ്ടാമത് മെമ്പേഴ്സ്. ഇലക്ഷൻ കമ്മീഷനില് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പ്ലസ് 2 ഇലക്ഷൻ കമ്മീഷണർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണറും ഉണ്ടാവും. UPSCയുടെ കാര്യം ചെയർമാന് പ്ലസ് അതർ മെമ്പേഴ്സ് ഡിസൈഡഡ് ബൈ ദി പ്രസിഡന്റ്. സ്റ്റേറ്റിലാണെങ്കിൽ സ്റ്റേറ്റിന്റെ ഗവർണർ. ഫിനാൻസ് കമ്മീഷനില് ചെയർപേഴ്സണും പ്ലസ് 4 മെമ്പേഴ്സ്. ഇനി ഇതെവിടെ കേട്ടെ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെങ്കിൽ ചെയർമാൻ പ്ലസ് വൈസ് ചെയർമാൻ പ്ലസ് 3 അതർ മെമ്പേഴ്സ്. ഇത് തന്നെയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റിലും. ഇത് തന്നെയാണ് ഷെഡ്യൂൾഡ് ബാക്ക്വേർഡ് കാസ്റ്റിലും വരുന്നത്. സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിന്റെ കേസിൽ സ്പെഷ്യൽ ആയിട്ട് മെൻഷൻ ചെയ്യുന്നില്ല.
പിന്നീട് CAGയുടെ കേസിലും AGയുടെ കേസിലും ഒരാൾ മാത്രമാണല്ലോ ഉണ്ടാവുക. ഇത് മനസ്സിലാക്കുക. നമ്പർ ഓഫ് മെമ്പേഴ്സ്. ഇതിന് ശേഷം എന്ത് ചെയ്യുക? അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഇലക്ഷൻ കമ്മീഷന്റെ കേസിലാണെങ്കിൽ പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. പ്രസിഡന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾ എക്സാമിന് മുമ്പ് ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതി, വേറൊന്നും പഠിക്കണ്ട. പ്രസിഡന്റ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് പ്രധാനമന്ത്രി, ലീഡർ ഓഫ് ഒപ്പോസിഷൻ പ്ലസ് യൂണിയൻ മിനിസ്റ്റർ, യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ പ്രധാനമന്ത്രി. 1, 2, 3 ആള്. പ്രധാനമന്ത്രി, ലീഡർ ഓഫ് ഒപ്പോസിഷൻ, യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ. ഇനി UPSCയുടെ കേസിലും UPSC പ്രസിഡന്റ് ആണ്, സ്റ്റേറ്റിന്റെ കേസിൽ ഗവർണർ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷെ റിമൂവ് ചെയ്യുന്നത് ആലോചിക്കുക, സ്റ്റേറ്റ് PSCയുടെ കേസിലാണെങ്കിലും റിമൂവ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. റിമൂവ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് പ്രസിഡന്റ് ആണ്. ഷെഡ്യൂൾഡ് ട്രൈബ് പ്രസിഡന്റ് ആണ്. ഷെഡ്യൂൾഡ് ബാക്ക്വേർഡ് ക്ലാസ് പ്രസിഡന്റ് ആണ്. CAG അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. അറ്റോർണി ജനറലിനെ പ്രസിഡന്റ് ആണ്. അഡ്വക്കേറ്റ് ജനറലിനെ ഗവർണർ ആണ്. റെസിഗ്നേഷനും ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിൽ റെസിഗ്നേഷൻ ഈസ് ഗിവൻ ടു ദി പ്രസിഡന്റ്. UPSCയുടെ കേസിൽ റെസിഗ്നേഷൻ ഈസ് ഗിവൻ ടു ദി പ്രസിഡന്റ്. സ്റ്റേറ്റ് PSCയുടെ കേസിലാണെങ്കിൽ റെസിഗ്നേഷൻ ഈസ് ഗിവൻ ടു ദി ഗവർണർ. ബാക്കിയെല്ലാം പ്രസിഡന്റ്. അഡ്വക്കേറ്റ് ജനറലിന്റെ കാര്യത്തില് ഗവർണർ. ഇനി റിമൂവൽ. റെസിഗ്നേഷൻ വേറെ, റിമൂവൽ വേറെ. റിമൂവൽ എന്ന് പറയുമ്പോൾ ചവിട്ടി പുറത്താക്കുക, അല്ല, ചവിട്ടി പുറത്താക്കുക. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയെ എങ്ങനെയാണോ പുറത്താക്കാൻ പറ്റുന്നത് അതേപോലെ തന്നെ. സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ ഭയങ്കര കൂടുതലാണ് ആർക്ക്? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ, ഞാൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ പ്രസിഡന്റിന് പുറത്താക്കാം. They can be removed by the president on the recommendation of chief election commissioner. ഇനി UPSCയുടെ കേസ് നോക്കുകയാണെങ്കിൽ they can be removed only by the president. Only in cases of solvency, office of profit, infirmity of mind and body, misbehavior. ഇതൊക്കെയാണ് UPSCയുടെ കേസിൽ കൊടുത്തേക്കുന്നത്. ഫിനാൻസ് കമ്മീഷന്റെ കാര്യത്തിൽ അങ്ങനെ റിമൂവ് ചെയ്യേണ്ട സ്പെസിഫിക്കലി എടുത്ത് പറയുന്നില്ല. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെങ്കിൽ യെസ്, there will be an inquiry by Supreme Court. Chairman may be removed. Okay, chairman may be removed for misbehavior. ഇത് വിട്ടേക്കെ, മാറിപ്പോയതാണ്. Chairman can be removed on misbehavior and incapacity, insolvent, infirmity of mind and body. ഷെഡ്യൂൾഡ് ട്രൈബും ബാക്ക്വേർഡ് ക്ലാസ്സിലും ഒരേപോലെയാണ്. CAGയെ പുറത്താക്കാൻ സെയിം പ്രോസസ് ആസ് റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ജഡ്ജസ്.
അറ്റോർണി ജനറൽ ആണെങ്കിലും അഡ്വക്കേറ്റ് ജനറൽ ആണെങ്കിലും they depend upon the pleasure of the president and governor respectively. Okay. കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഒരു മാർക്ക്, ഒരു ചോദ്യം ഇവിടുന്നായിരിക്കും ഉണ്ടാവുക. റൈറ്റ്. യെസ്, അടുത്ത ചോദ്യം നോക്കിയേ. 104 ഭേദഗതി നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. 104 ഭേദഗതി ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിന്റെ റിസർവേഷൻ 10 വർഷത്തേക്ക് ഇൻക്രീസ് ചെയ്തു. ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ റിസർവേഷൻ എന്ത് ചെയ്തു, അബോളിഷ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് 104 ഭേദഗതി ഉള്ളത്. എക്സ്റ്റെൻഡഡ് ദ ടൈം ലിമിറ്റ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് റിസർവേഷൻ. യെസ്, റിസർവേഷൻ ഫോർ EVS. ഇറ്റ് റിമൂവ്ഡ് ദ റിസർവേഷൻ സീറ്റ് ഫോർ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇൻ ലോക്സഭ. 1ഉം 3ഉം ശരിയാണ്. ക്ലാസ് കട്ടായോ? EVS 103. ഓക്കെ, EVS 103 എവിടുന്നാണ് കട്ടായത്? ഞാൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ കുറിച്ച് പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? അതൊക്കെ കേട്ടിട്ടില്ലേ? യെസ്, ഓക്കെ, താങ്ക് ഗോഡ്. യെസ്. റിസർവേഷൻ ഓഫ് EVS 103 ആണ്. സോ 1ഉം A ഈസ് ദി ആൻസർ. സിമ്പിൾ ചോദ്യം. Which of the following statement is correct in connection with the President of India? President submit its resignation letter to Speaker of Lok Sabha. ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയല്ലോ അല്ലെ. പ്രസിഡന്റ് റെസിഗ്നേഷൻ ലെറ്റർ നൽകുന്നത് വൈസ് പ്രസിഡന്റിനാണ്. ബി ഈസ് ദി ആൻസർ. നോക്കുക, ഒരേപോലെയുള്ള സിമിലർ സ്റ്റേറ്റ്മെന്റുകളാണെങ്കിൽ അല്ല, 1ഉം 2ഉം സിമിലർ സ്റ്റേറ്റ്മെന്റ് ആണ്. സിമിലർ സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ 1ഉം 2 വിൽ നോട്ട് കം ടുഗദർ. ഇത് രണ്ടും ഒരുമിച്ച് വരൂല, ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. അപ്പൊ ഡി വരൂല. ഇങ്ങനെ മനസ്സിലാക്കണം കേട്ടോ, ഇങ്ങനെ എലിമിനേറ്റ് ചെയ്യണം. ഇറ്റ്സ് റിമൂവൽ ഫ്രം ദ ഓഫീസ് ഈസ് ടു ബി അക്കോർഡൻസ് വിത്ത് ദി പ്രൊസീജിയർ പ്രിസ്ക്രൈബ്ഡ് ഇൻ ദി ആർട്ടിക്കിൾ 61 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ശരിയാണ്. ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഫൈൻഡ് ഔട്ട് ദി ചെയർമാൻ of 16th Finance Commission of India. Who is the chairman? C. Simple അല്ലല്ലേ, ഡോക്ടർ അരവിന്ദ് പനഗിരിയ. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ LSGയുടെ GDയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് പഞ്ചായത്തി ലെവല് അല്ലെങ്കിൽ പഞ്ചായത്തി രാജിന്റെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഡിഗ്രി ലെവലുകളിൽ മെയിൻസ് ജനറൽ എക്സാംസിന് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും കാണാൻ പറ്റില്ല. ബട്ട് അതുകൊണ്ടാണ് കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ഗ്രാം സഭ? ഗ്രാം സഭയെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ഫോർ സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ ഇൻ ലോക്കൽ ഗവർണൻസ്. പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ദ ഗ്രാം സഭ Panchayat service delivery. Participation is uneven among different Indian state men and women and social groups. What is the answer? C. C ആണോ? C. ഗ്രാം സഭ. Provide a platform. ശരിയാണ്. Positively influence. Positive. Yes. 1 and 2 is correct.
participation is uneven among different Indian states, men and women and social group. ഇത് ശരിയാണ്. ഈ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് കൺഫ്യൂഷൻ വരും, ബട്ട് ഇറ്റ് ഈസ് കറക്റ്റ്. ഇറ്റ് ഈസ് അൺഈവൻ. പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ, സോഷ്യൽ ഗ്രൂപ്പുകളെ വെച്ച് നോക്കുമ്പോൾ പാർട്ടിസിപ്പേഷൻ ഈസ് അൺഈവൻ. സി ഈസ് ദി ആൻസർ. Successfully developing a democratic and non-violent India first involves re-establishing the old panchayat system. ഞാൻ പറഞ്ഞ എല്ലാ രീതി ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങളുടെ മെയിൻസ് സാധാരണ രീതിയിലുള്ള മെയിൻസിന് എന്ത് ചെയ്യാൻ പാടില്ല, ഇത്രയും പഞ്ചായത്ത് ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കൂല. അതെ, റിയാലിറ്റി അങ്ങനെയാണ്. You can leave it. ഇതിന്റെ ഉത്തരം തന്നെ 48. ആൻസർ ഓഫ് ദി 48. ഓക്കെ, നെറ്റ്വർക്ക് ഇഷ്യൂ നല്ല രീതിയിലുണ്ട് കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്, നെറ്റ്വർക്ക് ഇഷ്യൂ നല്ല രീതിയിലുണ്ട്. ഓക്കെ, ഓക്കെ. ഞാൻ എന്ത് ചെയ്യാ, ബാക്കിയുള്ള സെക്ഷന് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ബിക്കോസ് എന്റെ സൗണ്ടിന് പ്രശ്നമുണ്ട്, എന്റെ തൊണ്ടയും അല്ലെങ്കിൽ കൂടുതൽ എഫേർട്ട് ഇടുമ്പോൾ എനിക്ക്. ഓക്കെ, എന്ത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നോക്കുക. ഒബ്വിയസ്ലി എന്റെ സൗണ്ടും എനിക്ക് എന്താ പറയാ, ഐ എം നോട്ട് ഗുഡ്, ഐ എം നോട്ട് വെൽ. എനിക്ക് തന്നെ ക്ലാസ്സിന് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ, എനിക്ക് തന്നെ നല്ല രീതിയിൽ എന്താ ചെയ്യാം, ക്ലാസ് നല്ലോണം കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യാം, ബാക്കി ക്ലാസ് ഞാൻ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ആൻഡ് നാളെ മുതൽ നമുക്ക് എക്കണോമിക്സിന്റെ ടാർഗറ്റ് വെച്ച് തുടങ്ങണം. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇട്ടുതരാം. എന്ത് ചെയ്യണം, നിങ്ങൾ ഇത് സോൾവ് ചെയ്യണം. ഇതിന്റെ ബാക്കി റെക്കോർഡിങ്സ് ഞാൻ അപ്ലോഡ് ചെയ്യാം. ആൻഡ് യെസ്, കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. KS-ന്റെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ യെസ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കഴിഞ്ഞ തവണത്തെ ചോദ്യം കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതേപോലെ ആയിരിക്കും ഈ തവണ ഉണ്ടാവുക. അതേപോലെ കമ്പനി ബോർഡ്, കഴിഞ്ഞ വർഷത്തെ കമ്പനി ബോർഡിന്റെ ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ, 2022 നടന്നിട്ടുള്ള ഇംപിറ്റസിന്റെ പഴയ ഹോട്ട് ടോപ്പിക്സ് അവരുടെ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി മെർജ് ചെയ്തിട്ട് അവർ തന്നിട്ടുണ്ട്. സോ വൈ ഷുഡ് വി വേസ്റ്റ് അവർ ടൈം? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇത് തന്നെ ഈ PDF തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. സോ ഇതിലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നിങ്ങൾ സോൾവ് ചെയ്യണം മെയിൻസ് പെർസ്പെക്റ്റീവില്. റൈറ്റ്, യു ഹാവ് ടു ഡു ഇറ്റ്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, സോ താങ്ക് യു. Sorry.